ഗുഡ് ഈവനിങ്. ട്രെക്ക് അക്കാഡമിയുടെ ഓൺലൈൻ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഇതിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം ഒന്ന് വായിക്കും, എന്നിട്ട് അതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുണ്ടെങ്കിൽ ആ ഒരു ലൈൻ അതനുസരിച്ചിട്ട് അത് ഏത് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എവിടെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് നോക്കിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ആൻസർ അറിയുമ്പോൾ എന്താ വെച്ചാൽ 2 സെക്കൻഡൊക്കെ ഞാൻ തരാം. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ആൻസർ ചെയ്തിട്ട് അത് ചാറ്റിൽ കൂടെ എന്നെ ഇൻഫോം ചെയ്യാം. കിട്ടണില്ലെങ്കിൽ ഇനി കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ അതും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ദിസ് ഈസ് എൻ MCQ ക്വസ്റ്റ്യൻ ആണ്. അതൊരു നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ MCQ ക്വസ്റ്റ്യൻസ് ആണെന്ന് അറിയില്ല. അപ്പൊ എത്ര വേഗം നമുക്ക് ചെയ്ത് തീർക്കണോ അത്രയും വേഗം വേണം കേട്ടോ. The limited has decided to market its products through a conventional network of manufacturer, wholesaler, retailer, consumer identified. The function of marketing is described in the above line എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്താ നോക്കണ്ടേ, അതിൽ എന്താ പറഞ്ഞിരിക്കണേന്ന് ആദ്യം ഒന്ന് ഇതെല്ലാം ക്വിക്കായിട്ട് വേണം കേട്ടോ. അപ്പൊ നോക്കണ സമയത്ത് എന്താ പറയണേ, ഇവിടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ് പറയണത്. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് മാനുഫാക്ചർ, ഹോൾസെയിലർ, റീറ്റെയിലർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എവിടെയായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സംഭവം പഠിച്ചിട്ടില്ലേ, അവിടെ നിന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതിൽ ആൻസർ ആരായിരിക്കും, ആൻസർ എന്താണെന്നുണ്ടെങ്കിൽ അറിയുന്നവരൊന്ന് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. ഇതിൽ ഏതാ വരുന്നത് ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഒന്നും കൂടി നോക്കാം. ഹാസ് ഡിസൈഡ് ടു മാർക്കറ്റ് ഇറ്റ്സ് പ്രൊഡക്ട്സ് ത്രൂ ദ കൺവെൻഷണൽ നെറ്റ്വർക്ക് ഓഫ് മാനുഫാക്ചർ, ഹോൾസെയിലർ, റീറ്റെയിലർ എന്നാണ് പറഞ്ഞിരിക്കണേ. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക, ആൻസർ ആരെങ്കിലും ഉണ്ടോ? ആൻസർ ആർക്കെങ്കിലും തരാൻ പറ്റുമോ? ആൻസർ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ വരിക, ആൻസർ എഴുതുക. ഓക്കെ, ആൻസർ വരുന്നത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വരിക. എന്തുകൊണ്ട് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ വന്നത്? അവിടെ നമുക്ക് പ്രൊഡക്റ്റ് കൈമാറണം. മാനുഫാക്ചറർ ഉണ്ടാക്കുന്ന ആളുടെ അടുത്ത് നിന്ന് നമുക്ക് ഹോൾസെയിലറിലേക്ക് പോവും, അവിടെ നിന്ന് പിന്നെ റീറ്റെയിലറിലേക്ക്, പിന്നെ അവിടെ നിന്നാണ് നമുക്ക് കൺസ്യൂമറിലേക്ക് എത്തുന്നത്. അതപ്പോൾ എന്തായിരിക്കും വരിക, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, നെയിം ദ ഡിസിഷൻ വിച്ച് എഫക്ട്സ് both the profitability and the financial risk. വേഗം ആൻസർ ചാറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ മിസ്സിന് അറിയാൻ പറ്റും മാർക്കൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ മിസ് തന്നെ ആൻസർ പറയേണ്ടി വരും. ആൻസർ ഏതായിരിക്കും വരിക? നെയിം ദ ഡിസിഷൻ വിച്ച് എഫക്ട്സ് ബോത്ത് ദ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ദ ഫൈനാൻഷ്യൽ റിസ്ക് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരുന്നത്? ഇവിടെ വരുന്നത് ഏതായിരിക്കും? ക്യാപിറ്റൽ സ്ട്രക്ചർ ആവും. എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ നമുക്ക് എന്തായിരിക്കും വരിക? ആരാണ് നിമിഷ പറഞ്ഞു, ഡി ആന്ന് പറഞ്ഞു. ഡി അല്ല, എങ്ങനെയാണ് ഡി വരുന്നത്? ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ എന്തായിരിക്കും വരിക? നമ്മൾ അവിടെ ഫണ്ടിന്റെ കാര്യങ്ങളായിരിക്കും നടക്കുക. ഇവിടെ എന്തായിരിക്കും? പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫൈനാൻഷ്യൽ റിസ്ക് ആണ് നോക്കുന്നത്. നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഫൈനാൻഷ്യൽ റിസ്ക്കും കൂടി നമ്മൾ നോക്കും, എത്ര റിസ്ക് ഉണ്ടെന്ന് നോക്കും. പിന്നെ അതിന് എത്രത്തോളം നമുക്ക് എന്തുണ്ടാവും, പ്രോഫിറ്റബിലിറ്റി ആയിരിക്കും, പ്രോഫിറ്റബിൾ ആവും എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഇക്വിറ്റി ഷെയർസ് വേണോ, പ്രിഫറൻസ് ഷെയർസ് വേണോ, ഡിബഞ്ചേഴ്സ് വേണോ എന്ന് തീരുമാനിക്കാം. അപ്പൊ അത് ആൻസർ എവിടെയായിരിക്കും വരുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനിലാണ് ആൻസർ വരിക കേട്ടോ. അപ്പൊ ആൻസർ വരുന്നത് സി ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പ്രോസസ് ദാറ്റ് എനേബിൾസ് ദ മാനേജ്മെന്റ് ടു ഫോർസീ ദ ഫണ്ട് റിക്വയർമെന്റ്സ് ബോത്ത് ദ ക്വാണ്ടം ആസ് വെൽ ആസ് ടൈമിംഗ് എന്ന് പറയുന്നുണ്ട്. ഏതായിരിക്കും ആൻസർ? ആർക്കെങ്കിലും അറിയോ? നിമിഷ, വിഷ്ണുക്കി ഉണ്ട്, എല്ലാവരും ആൻസർ ചെയ്യുക വേഗം. എന്താ പറയണേ അതില്? നെയിം ദ പ്രോസസ് ദാറ്റ് എനേബിൾസ് ദ മാനേജ്മെന്റ് ടു ഫോർസീ ദ ഫണ്ട് റിക്വയർമെന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്തായിരിക്കും? ഫണ്ട് റിക്വയർമെന്റ് എന്നുള്ളതാണ് അവിടെ നോക്കുക.
ഓക്കെ. പിന്നെ ബോത്ത് ദ ക്വാണ്ടം ആസ് വെൽ ആസ് ടൈമിങ് എന്നും കൂടി നോക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരുന്നത്? എവിടെയായിരിക്കും വരിക ആൻസർ വരിക? ഒരു ഏകദേശം ഫണ്ട് എന്ന് പറയുമ്പോ എവിടെയാ ആൻസർ വരുന്നത്? ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്നുള്ള അടുത്തായിരിക്കും ആൻസർ വരിക. ആൻസർ വരുന്നത് എന്താണ്? ഫൈനാൻഷ്യൽ പ്ലാനിങ്. ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിവിടെ മാനേജ്മെന്റിന്റെ ഫണ്ട് എത്രത്തോളം വേണം, അതായത് ഫണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഒരു കമ്പനി നടത്തിക്കൊണ്ടുപോകാൻ വേണ്ട ആവശ്യത്തിനുള്ള ഫണ്ട് അത് എങ്ങനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും, അത് ടൈമിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? കിട്ടും വേണം. അല്ലാണ്ട് ആവശ്യം കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്ന പ്രോസസ് ആയിരിക്കും അവിടെ നടത്തുന്നുണ്ടാവുക. ഓക്കെ. അവനി ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു, കറക്റ്റ് ആണ് കേട്ടോ. Next question. Name the financial decision which relates to disposal of profit. ആ ഒരു ഇവിടെ വരുന്നത് എന്തായിരിക്കും വരിക? ഡിസ്പോസൽ ഓഫ് പ്രോഫിറ്റ് എന്നുള്ളതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഡിസ്പോസൽ ഓഫ് പ്രോഫിറ്റ്. ഡിസ്പോസൽ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ആൻസർ വരിക? നമുക്ക് ഫണ്ട് കിട്ടി, അതിൽ നിന്ന് ബിസിനസ് ഒക്കെ ചെയ്തു, അതിൽ ഫണ്ട് ഉണ്ടായി, ആ ഫണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിനോ ഫണ്ട് എന്തായിരിക്കും ആ പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അത് എവിടേക്കായിരിക്കും വരിക? അപ്പോ ഏതിലായിരിക്കും വരിക? ഇൻവെസ്റ്റ്മെന്റ് ആകുമോ? അല്ല. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കളക്ട് ചെയ്യായിരിക്കും ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തായിരിക്കും വരിക? ഡിസ്പോസൽ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഡിവിഡൻഡ് ഡിസിഷനെ ബേസ് ചെയ്തെന്നായിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരുന്നുണ്ടാവുക? നെയിം ദ ഫൈനാൻഷ്യൽ ഡിസിഷൻ വിച്ച് റിലേറ്റ്സ് ടു ഡിസ്പോസൽ ഓഫ് പ്രോഫിറ്റ് എന്നുള്ളതിന്റെ ആൻസർ എന്താണ്? ഡിവിഡൻഡ് ഡിസിഷൻ ആയിരിക്കും വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statements does not highlight the relationship between planning and controlling? അതായത് ഇതിൽ നോക്കേണ്ടത്, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുമ്പോൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഡസ് നോട്ട്, ആ ഡസ് നോട്ടിന്റെ എന്തായിരിക്കും വരുന്നത്? നോട്ട് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ എന്തായിരിക്കും വരിക? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം. അപ്പോ അതിൽ എന്തായിരിക്കും ആദ്യത്തെ നോക്കുക? നോട്ട് എന്ന് പറയുമ്പോൾ എല്ലാം ഇത് നോക്കണം. ആർക്കെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി. ആൻസർ ഞാൻ തന്നെ പറയാം. ഇതിൽ വരുന്നത് എന്തായിരിക്കും? ഡസ് നോട്ട് ഹൈലൈറ്റ് ദ റിലേഷൻഷിപ്പ്. പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ് ആണ്. അപ്പോ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്തായിരിക്കും? ഇതിന്റെ ആൻസർ വരുന്നത് എ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ് ആർ സെപ്പറബിൾ ട്വിൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നുണ്ട്. അവിടെ എന്താ പറയുന്നത്? പ്ലാനിങ്ങും കൺട്രോളും എന്തായിരിക്കും വരെ? സെപ്പറബിൾ മാനേജ്മെന്റിനെ ട്വിൻസ് ആയിട്ട് നമ്മൾ എപ്പോഴും എന്തായിരിക്കും വരെ? കണക്റ്റഡ് ആണ്. അപ്പൊ അതിൽ ആദ്യം പറയുന്നത്, നമ്മുടെ ആൻസർ പറയുന്നത് ട്വിൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളതും കൂടി വായിച്ചു നോക്കുക, അപ്പോഴാണ് കുറച്ചും കൂടി ക്ലിയർ ആവുള്ളൂ. പ്ലാനിങ് വിത്തൗട്ട് കൺട്രോളിംഗ് ഈസ് മീനിങ്ലെസ്, കൺട്രോളിംഗ് വിത്തൗട്ട് പ്ലാനിങ് ഈസ് ബ്ലൈൻഡ്. ഇനി പ്ലാനിങ് ഈസ് പെർസ്പെക്റ്റീവ്, കൺട്രോളിംഗ് ഈസ് ഇവാലുവേറ്റീവ്. പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ് ആർ ഇന്റർ റിലേറ്റഡ് ആൻഡ് ഇന്റർ ഡിപെൻഡന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായിരിക്കും വരുന്നത്? ഇവിടെ വരുന്നത് എന്തായിരിക്കും വരുന്നത്? പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ് ആർ സെപ്പറബിൾ ട്വിൻസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ളതാണ് ആൻസർ വരിക കേട്ടോ. ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കറക്റ്റ് ആണ് കേട്ടോ. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബെനിഫിറ്റ് ഓഫ് ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ് ടു ആൻ ഓർഗനൈസേഷൻ. അപ്പോ ഇവിടെ അണ്ടർലൈൻ ചെയ്യേണ്ടത് ബെനിഫിറ്റ് ഈസ് നോട്ട് ബെനിഫിറ്റ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. എന്തുകൊണ്ട് അത് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ട്രെയിനിങ് കൊണ്ടും ഡെവലപ്മെന്റ് കൊണ്ടും ഓർഗനൈസേഷന് എന്തൊക്കെ എന്തായിരിക്കും വരുന്നത്, എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഉണ്ടാവണമെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് അറിയുന്നത്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നെഗറ്റീവ് ആയിട്ടാണ് വേണ്ടത്. നോട്ട് ബെനിഫിറ്റ്, ഓർഗനൈസേഷന് ബെനിഫിറ്റ് അല്ലാത്തതാണ് ചോദിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും വരുന്നത്? ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുള്ള ബെനിഫിറ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരിക. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരുന്നത്? ആൻസർ എന്തായിരിക്കും? കറക്റ്റ് ആണ്. അവിടെ കറക്റ്റ് ആണ് പറഞ്ഞത്. ഏതാണ്? ലീഡ് ടു ബെറ്റർ കരിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ. അതെന്തുകൊണ്ടാണ്?
ഇൻഡിവിജ്വലിന്റെ കരിയറിന് ബെറ്റർ എന്നായിരിക്കും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായത് എന്ന് വെച്ചിട്ട് ഓർഗനൈസേഷന് എന്തായിരിക്കും വരുന്നത്, കൂടുതലായിട്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല കരിയറിൽ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ബെനിഫിറ്റ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ടു ആൻ ഓർഗനൈസേഷൻ എന്ന് വെച്ച് പറയുമ്പോൾ അതിൽ ആൻസർ കൊടുക്കേണ്ടത് ലീഡ് ടു ബെറ്റർ കരിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. സി ആണ് അതിന്റെ ആൻസർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേരിയസ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിക്രൂട്ട്മെന്റിൽ എന്തൊക്കെയാണ് അവിടെ അണ്ടർലൈൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റിൽ എന്തൊക്കെ നമുക്ക് ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ പ്രോസസ്സ് എന്താണെന്നുള്ളത് ഭാഗം നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കണം. ഓക്കെ, കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് റിക്രൂട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ എന്തായിരിക്കും വരുന്നത് നോക്കുക. ഐഡന്റിഫിക്കേഷൻ ആൻഡ് അസസ്മെന്റ് ഓഫ് ദ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് പറയുന്നുണ്ട്. പിന്നെന്താ, സെലക്ടിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ സോഴ്സ് ഓഫ് സോഴ്സസ് പറയുന്നുണ്ട്. ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻ ഫ്രം ദ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ് പറയുന്നുണ്ട്. അപ്പൊ ഒരു റിക്രൂട്ട്മെന്റിൽ എന്തായിരിക്കും വരുന്നത്, എല്ലാ കാര്യങ്ങളും ഇടപെടില്ലേ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഏതൊക്കെ മെത്തേഡാണെന്ന് നോക്കണം, അതിൽ നിന്ന് സോഴ്സസ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സോഴ്സ് ഏതാണെന്ന് നോക്കണം, അതിൽ നിന്ന് എന്തായിരിക്കും വരുന്ന ആപ്ലിക്കേഷനൊക്കെ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കണം. അപ്പൊ ഇതിൽ എന്തായിരിക്കും ആൻസർ വരുന്നത്, ഓൾ ദ എബോവ് ആയിരിക്കും. അപ്പൊ ഡി ആയിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ സ്റ്റാഫിംഗ് പ്രോസസ് എന്നാണ് പറയുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ്, അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്, ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ സ്റ്റാഫിംഗ്. അപ്പൊ സ്റ്റാഫിംഗിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കണം. ഓക്കെ, അതില് ആദ്യത്തെ എന്തായിരിക്കും വരുന്നത്, റിക്രൂട്ട്മെന്റ്. പിന്നെ എന്തൊക്കെയാണ് വരിക, എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെന്റ്സ്, പ്ലേസ്മെന്റ്, പിന്നെ എന്തായിരിക്കും വരുന്നത് ഓറിയന്റേഷൻ ആൻഡ് സെലക്ഷൻ. ഇതില് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, കറക്റ്റ് സീക്വൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റാഫിങ്ങില് എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോ ഇതിൽ എന്തായിരിക്കും വരുന്നത്, ശരിക്കും എന്താ ആൻസർ എന്തായിരിക്കും വരിക, നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരും ചാറ്റ് ബോക്സിൽ വന്ന് ആൻസർ തരുന്നില്ല. അപ്പോൾ ആൻസർ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് മിസ്സിന് കുറച്ചും കൂടി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. ഇതില് ആദ്യത്തെ എന്തായിരിക്കും വരുന്നത്, ബി ആയിരിക്കും ആൻസർ വരിക. എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെന്റ് നോക്കണം, റിക്രൂട്ട്മെന്റ് നോക്കണം, സെലക്ഷൻ നോക്കണം, പിന്നെ എന്തായിരിക്കും വരുന്നത് പ്ലേസ്മെന്റ് നോക്കണം, പിന്നെ ഇതായിരിക്കും വരുന്നത് ഓറിയന്റേഷൻ. അപ്പോ ബി ആയിരിക്കും ഇതിന്റെ ആൻസർ വരിക. ഞാൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്, ആൻസർ വരുന്നത് ബി ആണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സ്റ്റാഫിങ്ങിന്റെ പ്രോസസ്സിൽ എന്താ വരിക, എസ്റ്റിമേറ്റ് ആദ്യം തന്നെ എത്രയാണ് നമുക്കൊരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ എത്ര ആൾക്കാരെ വേണം എന്നുള്ളത് ആദ്യം നോക്കണം. അത് കഴിഞ്ഞിട്ട് അവരുടെ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി പിന്നെ എന്തായിരിക്കും വരുന്നത്, അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ട ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്ത് സെലക്ട് ചെയ്തിട്ട് വേണം നമുക്ക് പ്ലേസ്മെന്റ് കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണ്ടേ അവരെ പഠിപ്പിക്കാനൊക്കെ വേണ്ടത്. അപ്പൊ ഡി എന്ന് പറയുന്നത് നൺ ഓഫ് ദ എബോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവണേ? അപ്പൊ അവിടെ തെറ്റിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, കീപ്പിംഗ് ഇൻ വ്യൂ ദ റീസെന്റ് ട്രെൻഡ്സ് ഓഫ് സെയിൽസ് regression, Sona Limited has decided to offer a flat 15% discount on all its products. Okay. Identify the related function of marketing being described in the given lines എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിൽ എന്തായിരിക്കും വരുന്നത്, ആദ്യം തന്നെ സെന്റൻസ് ഇത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യേണ്ടത് സെയിൽസ് റിഗ്രഷൻ എന്നുള്ള സ്ഥലത്താണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്, അണ്ടർലൈൻ ചെയ്യേണ്ടത്. കീപ്പിംഗ് ഇൻ വ്യൂ ദ റീസെന്റ് ട്രെൻഡ്സ് ഓഫ് സെയിൽസ് റിഗ്രഷൻ. സെയിൽസ് റിഗ്രഷന്റെ അടിയിലായിരിക്കും നമ്മൾ ആദ്യം അണ്ടർലൈൻ ചെയ്യേണ്ടത്. പിന്നെ എന്തായിരിക്കും വരുന്നത്, Sona Limited has decided to offer a flat 15% discount എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൺ ഓൾ ഓഫ് ഇറ്റ്സ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നുണ്ട്.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഫ്ലാറ്റ് 15% ഡിസ്കൗണ്ട് അതിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ധാരണയാവും. കീപ്പിംഗ് ഇൻ വ്യൂ ദ റീസെന്റ് ട്രെൻഡ്, റിഗ്രഷൻ ആണ്, സെയിൽസ് റിഗ്രറ്റ് ചെയ്ത് താഴ്ത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് എന്താ ചെയ്യുന്നത്? ഇവര് 15% പ്രൊഡക്റ്റുകൾക്ക് എന്ത് കൊടുക്കാൻ തീരുമാനിക്കുന്നത്? ഡിസ്കൗണ്ട് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. അപ്പൊ ഇത് എന്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ ആണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിന് എന്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ്? നമ്മുടെ സാധനങ്ങൾ വിറ്റു പോണം അല്ലെ? അപ്പൊ അത് എന്തായിരിക്കും വരുന്നത്? പ്രൊമോഷൻ. അതായത് നമ്മളുടെ റിഗ്രഷന്റെ സമയത്ത് ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുമ്പോൾ എന്തായിരിക്കും വരുന്നത്? പ്രൊമോഷന് വേണ്ടിയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോ ആൻസർ വരുന്നത് എന്തായിരിക്കും? സി ആണ് ആൻസർ വരുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The working capital requirement of a business is not likely to be low when എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്? ആദ്യം തന്നെ ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ശ്രദ്ധിക്കേണ്ടത്? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിന്റെ ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗം നമുക്ക് കുറച്ചും കൂടി വായിക്കണം. അപ്പൊ എന്തായിരിക്കും? ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഓഫ് ബിസിനസ് ഈസ് നോട്ട് ലൈക്ലി ടു ബി ലോ എന്നാണ് അവിടെ. അപ്പൊ രണ്ട് സ്ഥലത്താണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് നോക്കണം, നോട്ട് ലൈക്ലി ടു ബി ലോ. വെൻ എപ്പോഴേക്കും ആയിരിക്കും ഉണ്ടാവുക? ആൻസർ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ആണെന്ന് തോന്നുന്നു. ആൻസർ ചെയ്തിട്ടുണ്ട്. വെൻ ദ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഓഫ് ദ ബിസിനസ് ആർ ഹൈ. കറക്റ്റ് ആണ്. എന്തുകൊണ്ടാണ്? ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഓഫ് ബിസിനസിന്റെ എന്തായിരിക്കും? ഗ്രോത്ത് ഹൈ ആവുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും വരുന്നത്? വർക്കിംഗ് ക്യാപിറ്റലിന്റെ റിക്വയർമെന്റ് ഒരിക്കലും എന്താവില്ല? താഴെ ആവില്ല, റിക്വയർമെന്റ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് ആൻസർ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Under which of the following conditions is a marketer not likely to fix the price of his product at higher end എന്നാണ് അവിടെ ഒരു സ്പേസ് വിട്ടുപോയിട്ടുണ്ട്. Under which of the following condition is a marketer not likely to, അപ്പൊ എന്തായിരിക്കും അണ്ടർലൈൻ ചെയ്യേണ്ടത്? എവിടെയായിരിക്കും വരുന്നത്? നോട്ട് ലൈക്ലി ഉള്ള സ്ഥലത്തായിരിക്കും അണ്ടർലൈൻ ചെയ്യേണ്ടത്. നോട്ട് ലൈക്ലി ടു ഫിക്സ് ദ പ്രൈസ് ഓഫ് ഹിസ് പ്രൊഡക്റ്റ് അറ്റ് ഹയർ എൻഡ്. കൂടുതൽ വിലയ്ക്ക് നമുക്ക് എന്തായിരിക്കും വരുന്നത്? ഏതൊക്കെ കണ്ടീഷനിലാണ് ഒരു മാർക്കറ്റർക്ക് അവരുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് വല്ലാതെ കൂട്ടാൻ പറ്റില്ല, എപ്പോഴൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ആൻസർ ഏതായിരിക്കും വരിക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു 2 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും ആൻസർ ഒന്ന് പറയുകയാണെങ്കിൽ നന്നായി. ഏതായിരിക്കും ആൻസർ വരുന്നത്? വെൻ ദ ബി എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും. വെൻ ദ പ്രൊഡക്റ്റ് ഈസ് യുണീക്ക് ഇൻ ടേംസ് ഓഫ് പാക്കേജിങ്, പ്രൊഡക്റ്റ് ഡിഫറൻസ് ആൻഡ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഇത് എന്തായിരിക്കും? എങ്ങനെയാണ് അതിന്റെ കണ്ടീഷൻ? എങ്ങനെയാ വരുന്നത്? ഒരു മാർക്കറ്റ് അല്ലെ, നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും വരുന്നത്? അവിടെ അയാളാണ് യുണീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണുള്ളത്. അയാളുടെ പ്രൊഡക്റ്റിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മറ്റുള്ളവരെക്കാട്ടിലും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ക്യാൻസർ മെഡിസിൻ ഒക്കെ ഉണ്ട് ഇല്ലേ? ഈ ക്യാൻസർ മെഡിസിൻ ഒക്കെ എന്തായിരിക്കും വരുന്നത്? ചിലവരുടെ ക്വാളിറ്റി എന്തായിരിക്കും വരുന്നത്? അതിന്റെ പാക്കേജിങ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ക്വാളിറ്റി, അതിന്റെ ഉള്ളിലെ കണ്ടന്റ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇത് എല്ലാവർക്കും എന്തായിരിക്കും വരുന്നത്? എല്ലാവർക്കും അവൈലബിൾ ആവേണ്ട ഒരു സാധനമാണ്. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഒരു പരിധിയിൽ കൂടുതൽ അവരെന്ത് ചെയ്യില്ല? അവരുടെ പ്രൈസ് ഹൈ ആക്കില്ല. അതാണ് when a product is unique in terms of packaging, പാക്കേജിലാവാം, പ്രൊഡക്റ്റ് ഡിഫറൻസ്, അതിൽ എന്തായിരിക്കും വരിക? പ്രൊഡക്റ്റ് ഡിഫറൻസിന്റെ മറ്റുള്ളവരിൽ നിന്ന് എന്തായിരിക്കും? പ്രൊഡക്റ്റ് ഡിഫറൻസിന്റെ പുറത്തായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കും? പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷന്റെ പുറത്ത്. ഒരിക്കലും എന്ത് ചെയ്യില്ല? ഒരു മാർക്കറ്റർ അയാളുടെ പ്രൊഡക്റ്റിന്റെ ഹയർ എൻഡിലേക്ക് കൂട്ടാൻ സാധ്യതയില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 12th ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. Eagle Limited has launched a new range of air conditioners in order to add value to the usability of the product. The new range of air conditioners have an inbuilt air purifier and are available in attractive colors. Identify the type of marketing philosophy പിന്നെ എന്തായിരിക്കും ഇവിടെ? being described in the above lines എന്നാണ് പറയുന്നത്.
അല്ല, ക്വസ്റ്റ്യനില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഷ്യൻ ലിമിറ്റഡ് ഹാസ് ലോഞ്ച്ഡ് എ ന്യൂ റേഞ്ച് ഓഫ് എയർ കണ്ടീഷണേഴ്സ്. പുതിയ എയർ കണ്ടീഷണേഴ്സ് എന്തായിരിക്കും വരുന്നത്, ലോഞ്ച് ചെയ്തു അല്ലെ. ഇവിടെ നമ്മൾക്ക് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഭാഗം എവിടെയാണ്, പ്രൊഡക്റ്റിനെയാണ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിൽ പിന്നെ വേറെ പറഞ്ഞിട്ടുണ്ട് ന്യൂ റേഞ്ച് ഓഫ് എയർ കണ്ടീഷണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്യണം. ഹാവ് എ ഇൻബിൽട്ട് എയർ പ്യൂരിഫയർ, അതിൽ എന്തുണ്ട്, എയർ പ്യൂരിഫയറും കൂടി ഉണ്ട്. പിന്നെ പിന്നെ എന്തായിരിക്കും അവൈലബിൾ ആൻഡ് അട്രാക്റ്റീവ് കളർ. അപ്പൊ ഇവിടെ എന്തായിരിക്കും അവിടെ വരുന്നത്, ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അവിടെ നമ്മൾ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ മൊത്തം വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രൊഡക്ഷനോ മാർക്കറ്റിങ്ങോ സോഷ്യൽ എന്തായിരിക്കും വരിക, മാർക്കറ്റിങ്ങോ എന്തെങ്കിലും കൺസെപ്റ്റ് എന്തെങ്കിലും നോക്കുന്നുണ്ടോ, ഇല്ല. നമ്മളപ്പോ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ക്വിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്തായിരിക്കും വരിക, പുതിയ എയർ കണ്ടീഷണർ ആണ്, അവിടെ അതിന്റെ അട്രാക്റ്റീവ് കളർ ഉണ്ട്, എയർ പ്യൂരിഫയറിനെ നമ്മൾ അവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ അവിടെ എന്തായിരിക്കും വരുന്നത്, പ്രൊഡക്റ്റ് കൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ അവിടെ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നു, ഓർഗനൈസിംഗ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ മാനേജർ. അപ്പൊ നമ്മള് എന്തായിരിക്കും വരാം, മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് ഒക്കെ ഒന്ന് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് മുമ്പ് എല്ലാം ഒന്ന് ഓടിച്ചു നോക്കണം. അപ്പൊ അതിൽ വരുന്നതാണ് എന്ത്, ഓർഗനൈസിങ്. അതിൽ വരും എന്തായിരിക്കും, ഓർഗനൈസിംഗ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ മാനേജർ. എന്തായിരിക്കും വരുന്നത്, ഓർഗനൈസിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ആൻസർ 4 ആൻസറും വേഗം വായിച്ചു നോക്കണം. അതിലെന്താണ്, removes conflict among people over work or responsibility sharing, establishes order out of chaos, creates an environment suitable for teamwork, all of the above എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്, പീപ്പിൾ തമ്മിലുള്ള എന്തായിരിക്കും വരുന്നത്, വർക്കും റെസ്പോൺസിബിലിറ്റി നമ്മളുടെ ആ കോൺഫ്ലിക്റ്റ് ഒക്കെ ഇല്ലാണ്ടാക്കും അല്ലെ. ഇന്ന ജോലി ഇന്ന ആൾക്ക് എന്ന് പറഞ്ഞാൽ ഓർഗനൈസ് ചെയ്ത് കൊടുത്താൽ പിന്നെ എന്തായിരിക്കും വരുന്നത്, ഓർഡർ ഔട്ട് ഓഫ് അവേഴ്സ് അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്തായിരിക്കും വരുന്നത്, 3 ടോപ്പിക്കും നമ്മുടെ ഇതിലാണ് പഠിക്കുന്നത്, ഓർഗനൈസിംഗിലാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരിക, ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കും ആൻസർ വരിക. അപ്പോ ആൻസർ വരുന്നത് ഡി ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, അപ്പൊ ഓർഗനൈസിംഗിന്റെ ഭാഗം നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണം. അപ്പൊ എല്ലാ അതിന്റെ എന്തൊക്കെയാണ് പ്രോസസ്സ് എന്നുള്ളതെല്ലാം നമ്മൾ അതിൽ നോക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്ലാനിംഗ് റിക്വയർസ് ലോജിക് ആൻഡ് സിസ്റ്റമാറ്റിക് തിങ്കിങ് റാദർ ദാൻ ഗസ് വർക്ക് ഓർ വിഷ്ഫുൾ തിങ്കിങ് ഐഡന്റിഫൈ ദ റിലേറ്റഡ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിംഗ് എന്ന് പറഞ്ഞത്. പ്ലാനിങ് എന്ന് പറയുന്നത് ലോജിക് ആയിട്ടുള്ള എന്തായിരിക്കും വരുന്നത് അവിടെ. അപ്പൊ അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗം നമ്മൾ നോക്കണം, എവിടെയായിരിക്കും വരുന്നത്, പ്ലാനിങ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കണം. പ്ലാനിങ്ങിൽ എന്തൊക്കെ വേണം, ലോജിക് ആയിട്ടുള്ള തിങ്കിങ് വരുന്നുണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തിങ്കിങ് ഉണ്ട്. അത് കൂടാതെ എന്തായിരിക്കും, റാദർ ദാൻ ഗസ് വർക്ക് ഓർ വിഷ്ഫുൾ തിങ്കിങ് ഐഡന്റിഫൈ ഫീച്ചർ ഓഫ് പ്ലാനിങ്ങിൽ വരുന്നത് ഏതൊക്കെയാണ് ഒന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നോക്കാം. പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്, മെന്റൽ എക്സസൈസ് ആണ്, പിന്നെന്താ സ്റ്റാൻഡേർഡ്സ് ഓഫ് കൺട്രോളിംഗ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതായിരിക്കും വരിക, പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്, നമുക്ക് ഭാവിയിൽ എന്തൊക്കെ വേണം എന്നുള്ളതിന്റെ തിങ്കിങ് ആണ്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു തിങ്കിങ് ആണ്. അത് എവിടെയാണ് നടക്കുന്നത്, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഏതാണ് ഇതിൽ വരുന്നത്, പ്ലാനിങ് ഈസ് എ മെന്റൽ എക്സസൈസ് എന്നുള്ളതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാൻ വേണമെങ്കിൽ, പ്ലാനിംഗ് റിക്വയർസ് ലോജിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക് തിങ്കിങ് റാദർ ദാൻ ഗസ് വർക്ക്. അപ്പൊ അണ്ടർലൈൻ ചെയ്യേണ്ടത് ലോജിക്കൽ സിസ്റ്റമാറ്റിക് തിങ്കിങ് എന്ന് വായിക്കണം. പിന്നെ എന്തായിരിക്കും, റാദർ ദാൻ ഗസ് വർക്ക് ഓർ വിഷ്ഫുൾ തിങ്കിങ് എന്നാണ് പറയുന്നത്. അപ്പൊ അതെന്തായിരിക്കും വരുന്നത്, മെന്റൽ എക്സസൈസ് ആയിരിക്കും അവിടെ ബേസ് ചെയ്യുന്നത്. ഓക്കെ, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ പ്ലാനിങ് ഈസ് എ മെന്റൽ എക്സസൈസ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ബിസിനസ് എൻവയോൺമെന്റ് അല്ലെ. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരുന്നത്, നോട്ട് എന്നുള്ളതാണ് അവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നമ്മൾ നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട്. നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തായിരിക്കും വരുന്നത്, ബിസിനസ് എൻവയോൺമെന്റിന്റെ ആൻസർ ആയിരിക്കും എഴുതാൻ നോക്കുക. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് നോട്ട് എ പാർട്ട് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്.
അപ്പൊ അതിൽ എന്തൊക്കെയാണ്? കസ്റ്റമേഴ്സ് ഉണ്ട്, എന്തായിരിക്കും വരുന്നത്? സപ്ലയേഴ്സ് ഉണ്ട്, കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട്, പിന്നെ എന്തായിരിക്കും? നൺ ഓഫ് ദ എബോവ്. അപ്പൊ ഇവിടെ ആൻസർ എന്തായിരിക്കും വരുന്നത്? ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ എന്തായിരിക്കും വരുന്നത്? നൺ ഓഫ് ദ എബോവ് എന്നായിരിക്കും വരിക. ഓക്കെ, ബിസിനസ് എൻവയോൺമെന്റ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16th ക്വസ്റ്റ്യൻ ആണ്. അതിൽ പറയുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് ഗിവൺ ബൈ ടൈലർ. ടൈലർ അപ്പൊ ടൈലർ ആരാണെന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ടൈലർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്ന ആളാണ് ടൈലർ എന്ന് പറയുന്നത്. അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലി കോൺസെൻട്രേറ്റിംഗ് സൂപ്പർവൈസറി ലെവൽ ഓഫ് മാനേജ്മെന്റ് പർപ്പസ്, അതായത് മാനേജേഴ്സിന്റെ വർക്കേഴ്സിന്റെ സൂപ്പർവൈസറി ആയിട്ടുള്ള ലെവലായിട്ടുള്ള ഇതാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ എന്തായിരിക്കും? വിച്ച് ഓഫ് ദ ഫോളോയിങ്, അതും ഇതുപോലെ തന്നെ തന്നിരിക്കുന്നത് നോട്ട് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ അടിയിലാണ് വരയ്ക്കേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ്. അതിൽ എന്തൊക്കെയാണ് നോക്കുന്നത്? ഫങ്ഷണൽ റിലേഷൻ ഫോമാൻഷിപ്പ് ഉണ്ട്, സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് ഉണ്ട്, മാക്സിമം നോട്ട് റെസ്ട്രിക്റ്റഡ് ഔട്ട്പുട്ട് ഉണ്ട്, ഹാർമണി നോട്ട് ഡിസ്കാർഡ് ഉണ്ട്. ഇപ്പൊ നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആൻസർ എന്തായിരിക്കും വരിക? ഫങ്ഷണൽ ഫോമാൻഷിപ്പ്. അപ്പൊ നമ്മൾ ഏത് ഭാഗമായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ടൈലറിന്റെ ഫങ്ഷണൽ ഫോമാൻഷിപ്പ് എന്താന്നുള്ളതും കൂടി ഒന്ന് വായിച്ചു നോക്കേണ്ടി വരും. ഓക്കെ, ക്ലിയർ? ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17th. According to Henry Fayol, if this principle of general management is violated, authority is undermined, discipline is in jeopardy, order disturbed, and stability threatened, identify the principle എന്ന് പറയുന്നുണ്ട്. അപ്പോ ഫയോൾ എന്ന് പറയുന്നത് ആരാണ്? അപ്പോ നമ്മൾ ടൈലറെ പറഞ്ഞു ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോ ഹെൻറി ഫയോൾ ആരായിരിക്കും? ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് തിയറിയുടെ ഫാദർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. മോഡേൺ മാനേജ്മെന്റ് തിയറിയുടെ ഫാദർ ആയിട്ടാണ് ആരറിയപ്പെടുന്നത്? ഫയോൾ അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെയായിരിക്കും വരുന്നുണ്ടാവുക? ഫയോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും വരിക? മാനേജേഴ്സ് ടു ഓർഗനൈസ് ആൻഡ് റെഗുലേറ്റ് ദ ഇന്റേണൽ ആക്ടിവിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അത് എന്തായിരിക്കും വരുന്നത്? അവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആ പ്രിൻസിപ്പിൾ ആണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഏതായിരിക്കും ആൻസർ വരിക? അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ആവോ? അല്ല. ഡിസിപ്ലിൻ ആണോ? അല്ല. പിന്നെ എന്തായിരിക്കും വരുന്നത്? ഇതിൽ ചോദിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഫയോളിന്റെ ഇഫ് ദിസ് പ്രിൻസിപ്പിൾ ഓഫ് ജനറൽ മാനേജ്മെന്റ് ഈസ് വയലേറ്റഡ്, അതോറിറ്റീസ് അണ്ടർമൈൻഡ് ആണ്. അപ്പൊ മാനേജ്മെന്റ് ഈസ് വയലേറ്റഡ് എന്ന്, ജനറൽ മാനേജ്മെന്റ് ഈസ് വയലേറ്റഡ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏതായിരിക്കും വരുന്നത്? യൂണിറ്റി ഓഫ് കമാൻഡ് ആയിരിക്കും വരിക. അതാണ് ആൻസർ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗം ഏതാണ്? മാനേജ്മെന്റ് ഈസ് വയലേറ്റഡ്, അതോറിറ്റീസ് അണ്ടർമൈൻഡ്, ഡിസിപ്ലിൻ ഈസ് ജിയോപാർഡി എന്നുള്ള ഭാഗമാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. അതിന്റെ ബേസിൽ വരുന്ന ആൻസർ എന്തായിരിക്കും വരുന്നത്? യൂണിറ്റി ഓഫ് കമാൻഡ് ആയിരിക്കും. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നു 18th. കീപ്പിംഗ് ഇൻ വ്യൂ ദ ചേഞ്ചസ് ഇൻ ദ കൺസ്യൂമർ ഡിമാൻഡ്സ് ആൻഡ് പ്രിഫറൻസസ്, ടേസ്റ്റ് maker bakery has reduced the sugar and fat content, okay, of its products. This approach of a business shows the management is. Question ഒന്നും കൂടി ശ്രദ്ധിക്കണം. എന്തായിരിക്കും വരുന്നത്? കീപ്പിംഗ് ഇൻ വ്യൂ ഓഫ് ദ ചേഞ്ചസ് ഇൻ ദ കൺസ്യൂമർ ഡിമാൻഡ്, കൺസ്യൂമറിന്റെ ഡിമാൻഡ് പ്രകാരം, ആൻഡ് പ്രിഫറൻസസ്. ടേസ്റ്റ് മേക്കർ ബേക്കറി എന്ത് ചെയ്യാണ്? റെഡ്യൂസ് ചെയ്തു, ഷുഗറിന്റെ ഫാറ്റിന്റെയും കണ്ടന്റ് റെഡ്യൂസ് ചെയ്തു. അപ്പോ അതെന്താണ് വരുന്നത്? നമ്മൾ ഡിമാൻഡ് അനുസരിച്ച് പെട്ടെന്ന് ചേഞ്ചസ് വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും വരുന്നത്? ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണോ? അല്ല. ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണോ? അല്ല. പിന്നെ ഏതായിരിക്കും വരുന്നത്? പെട്ടെന്ന് വരുന്ന ചേഞ്ചസ് നമ്മൾ ഏതിലായിരിക്കും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവുക? ഡൈനാമിക് ഫങ്ഷൻ എന്നുള്ള ഒരു പ്രോസസ്സിലായിരിക്കും നമ്മൾ അവിടെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഏത് അപ്രോച്ച് ആയിരിക്കും? ഡൈനാമിക് ഫങ്ഷൻ എന്നുള്ളതാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ആൻസർ സി ആയിരിക്കും ആൻസർ വരെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 19th ക്വസ്റ്റ്യൻ വരുന്നത് എന്തായിരിക്കും? ഐഡന്റിഫൈ ദ നേച്ചർ ഓഫ് മാനേജ്മെന്റ്
when a manager applies the existing theoretical knowledge in his own unique manner, choose the correct alternative. അതിൽ വരുന്നത് എന്തായിരിക്കും വരുന്നത്? നേച്ചർ ഓഫ് മാനേജ്മെന്റ് ആണ് നോക്കുന്നത്. നേച്ചർ ഓഫ് മാനേജ്മെന്റ് നോക്കുന്ന സമയത്ത് അവിടെ അപ്പൊ എന്തായിരിക്കും വരുന്നത്? അല്ല, അണ്ടർലൈൻ ചെയ്യേണ്ട വേർഡ് എന്തായിരിക്കും വരിക? നേച്ചർ ഓഫ് മാനേജ്മെന്റ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. കൂടാതെ എന്തായിരിക്കും വരിക? വെൻ എ മാനേജർ അപ്ലൈ ദി എക്സിസ്റ്റിംഗ്, ഒരാൾക്ക് തിയററ്റിക്കൽ ആയിട്ടുള്ള നോളേജ് ഉണ്ട്, പക്ഷെ അയാൾ അവിടെ എന്തായിരിക്കും വരിക? ഹിസ് ഓൺ യൂണിക് മാനർ, എന്റേതായ രീതിയിൽ അതിൽ ചേഞ്ചസ് ഒക്കെ അപ്ലൈ ചെയ്യാണ്. ഒരു സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്തായിരിക്കും വരിക? എങ്ങനെയായിരിക്കും? അതിൽ എന്താണ് അവിടെ മാനേജ്മെന്റിനെ കൺസിഡർ ചെയ്യുന്നത്? എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക? മാനേജ്മെന്റ് സയൻസ് ആണെന്ന് പറയുന്നുണ്ട്. സയൻസ് അല്ല, പിന്നെന്തായിരിക്കും വരുന്നത്? മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്. എന്തുകൊണ്ടാണ് ആർട്ടാണ് പറയുന്നത്? നമ്മൾ പഠിച്ച കാര്യങ്ങൾ അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് എവിടെയായിരിക്കും വരുന്നത്? ഒരു ആർട്ടായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിയറിറ്റിക്കൽ നോളേജ് എന്നുള്ളത് നോക്കണം. അതില് യുണീക്ക് മാനർ എന്നുള്ളത് കൂടി ശ്രദ്ധിച്ചാലാണ് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്തായിരിക്കും? മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് എന്നായിരിക്കും ആൻസർ വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ പറയണു, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെന്റ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ മാനേജ്മെന്റ് എന്താണെന്ന് പറഞ്ഞു. ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെന്റ്. ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ എന്താണ് പറയുന്നത്? ഒബ്ജക്റ്റീവ് അല്ലാത്തത്, നോട്ട്. അപ്പോ ഒബ്ജക്റ്റീവ് അല്ലാത്തത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഓർഗനൈസേഷണൽ, ഒരു മാനേജ്മെന്റിന് എന്തായിരിക്കും വരുന്നത്? ഓർഗനൈസേഷനിൽ എന്താണ് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യണം, ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് അല്ലെ. പിന്നെ എന്തായിരിക്കും വരുന്നത്? പേഴ്സണൽ ആയിട്ട് ഓരോ സ്റ്റാഫിനെയും നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് എന്തായിരിക്കും വരുന്നത്? ഇതിൽ വേറെ ബി എന്ന് പറയുന്ന ഒരു ആൻസർ തന്നിരിക്കുന്നത് എക്കോളജിക്കൽ ഒബ്ജക്റ്റീവ് ആണ്. ഒരു മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് എക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവിനെ നമ്മൾ പഠിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതെന്തായിരിക്കും വരുന്നത്? എക്കോളജിക്കൽ എന്തായിരിക്കും വരുന്നത്? ഒബ്ജക്റ്റീവ് ആണ് നമ്മളുടെ നോട്ട് എന്ന് പറയുമ്പോൾ. മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് ആണെന്ന് ഏതാണെന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറയായിരുന്നു? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയായിരുന്നു, പേഴ്സണൽ ഒബ്ജക്റ്റീവ് ഒക്കെ പറയായിരുന്നു. പക്ഷെ ഇവിടെ നോട്ട് എന്ന് പറഞ്ഞത് കൊണ്ട് എക്കോളജിക്കൽ ഒബ്ജക്റ്റീവ് ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21. അടുത്ത് പറയണു, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ലൈക്ക് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റീസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാന്ന് നോക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അവിടെ എന്തായിരിക്കും വരുന്നത്? കൺസ്യൂമറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ വന്നതും അതിന്റെ ഭാഗങ്ങളെല്ലാം നമ്മളൊന്ന് നോക്കി വെക്കണം കേട്ടോ എന്തായാലും. ഇനി ഇവിടെ എന്തായിരിക്കും വരുന്നത്? അതിൽ എന്തായിരിക്കും കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? എഡ്യൂക്കേറ്റിംഗ് കൺസ്യൂമേഴ്സ് അബൌട്ട് ദ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അത് അവരുടെ ആക്ടിവിറ്റി തന്നെയല്ലേ? അതാണ്. അടുത്തത് എന്താണ്? ഹെൽപ്പിംഗ് കൺസ്യൂമേഴ്സ് ഇൻ ഗെറ്റിംഗ് ദ ഗ്രീവൻസസ് റീഡ്രസ്ഡ്. ഓക്കെ, അതും ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അടിയിൽ വരുന്നതാണ്. പിന്നെ എന്തായിരിക്കും? പ്രൊട്ടക്ടിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്, അതായത് കൺസ്യൂമേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുന്നതും കൺസ്യൂമർ പ്രൊട്ടക്ഷന്റെ ആക്ടിന്റെ അടിയിൽ വരുന്നതാണ്. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ആൻസർ? ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ഡി ആണ് 20%. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ റെഗുലേറ്ററി ബോഡി ഫോർ ദ ഇൻഷുറൻസ് കമ്പനീസ് ഇൻ ഇന്ത്യ. അതായത് ഇൻഷുറൻസ് കമ്പനീസ്, അതായത് പണ്ടൊന്നും ഇൻഷുറൻസ് കമ്പനീസിന്റെ ഇതിന് വേണ്ടിയിട്ടൊന്നും നമ്മൾ കംപ്ലൈന്റ് ചെയ്താലൊന്നും അതിനൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കുറവായിരുന്നു. പിന്നീടാണ് വ്യത്യാസങ്ങൾ വന്നത് അതില്. അപ്പൊ നമ്മൾ ആൻസർ നോക്കുക. അപ്പൊ ആൻസർ നോക്കുമ്പോൾ തന്നെ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റണം. RBI എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? ബാങ്കിനോട് റിലേറ്റഡ് ആണ്. സെബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? ഷെയർസിനോട് ബന്ധപ്പെട്ടതാണ്. പിന്നെ എന്തായിരിക്കും വരുന്നത്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമ്മുടെ ഷെയർസിനോട് ബന്ധപ്പെട്ട. അപ്പൊ പിന്നെ ബാക്കി ആരായിരിക്കും ഉണ്ടാവുക? IRDA ആയിരിക്കും ആൻസർ വരിക. അപ്പോ ഇൻഷുറൻസ് കമ്പനീസിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എല്ലാം നമ്മളിപ്പോ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും വരുന്നത്? IRDA ആയിരിക്കും. ഓക്കെ, ആൻസർ IRDA ആണ്.
22ന്റെ ആൻസർ IRDA ആണ്. ഓക്കെ, ഇനി 23rd ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്? അപ്പൊ തന്നെ നമ്മൾ നോക്കിക്കോണം. ക്വസ്റ്റ്യൻ ആൻസർ ക്വസ്റ്റ്യൻ വന്നപ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ. അപ്പൊ അതിന്റെ അടിയിൽ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്തോളുക. അതിൽ എന്തൊക്കെയാണ് ആൻസർ നോക്കാൻ. ഇനി പ്രൊഹിബിഷൻ ഓൺ ഫ്രോഡുലന്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രൊഹിബിഷൻ ഓഫ് ഫ്രോഡുലന്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. പിന്നെ കൺട്രോളിംഗ് ഇൻസൈഡർ ട്രേഡ്, റെഗുലേഷൻ ഓഫ് ടേക്ക് ഓവർ ബിഡ്സ് ബൈ കമ്പനീസ്. പിന്നെ എന്തായിരിക്കും വരുന്നത്? പ്രൊമോഷൻ ഓഫ് ഫെയർ പ്രാക്ടീസസ് ആൻഡ് കോഡ് ഓഫ് കണ്ടക്ട് ഇൻ ദ സെക്യൂരിറ്റി. അപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഷെയർസിന്റെയും അങ്ങനത്തെ കാര്യങ്ങളാണ്. അതിനെല്ലാം എന്തായിരിക്കും? സെക്യൂരിറ്റീസ് ആൻഡ് ഷെയർസിന് ഒരു കൺട്രോൾ, അവരുടെ ഇതിലെല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതാണ് നമുക്കറിയാം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫംഗ്ഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും വരുന്നത്? പ്രൊഹിബിഷൻ ഓഫ് ഫ്രോഡുലന്റ്, അത് അവരുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആക്ടിവിറ്റിയാണ്. പിന്നെ എന്തായിരിക്കും വരുന്നത്? അടുത്തത് വരുന്നത് എന്താ? കൺട്രോളിംഗ് ഇൻസൈഡർ ട്രേഡിംഗ്, അതും നമ്മളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പരിധിയിൽ വരുന്നതാണ്. പിന്നെ എന്തായിരിക്കും വരുന്നത്? പ്രൊമോഷൻ ഓഫ് ഫെയർ പ്രാക്ടീസസ് ആൻഡ് കോഡ് ഓഫ് കണ്ടക്ട്, സെക്യൂരിറ്റീസ് മാർക്കറ്റിന്റെ കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ തീരുമാനിക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇനി എന്തായിരിക്കും വരുന്നത്? ഇതിൽ എന്താണ് വരാത്തത്? സാധനം എന്താണ്? റെഗുലേഷൻ ഓഫ് ടേക്ക് ഓവർ ബിഡ്സ് ബൈ കമ്പനീസ് ആണ്. അപ്പോ 23ന്റെ ആൻസർ എന്തായിരിക്കും വരിക? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ. പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതിൽ വരുന്ന അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആൻസർ വരുമ്പോൾ റെഗുലേഷൻ ഓഫ് ടേക്ക് ഓവർ ബിഡ്സ് ബൈ കമ്പനീസ്. അപ്പൊ എന്തായിരിക്കും? കമ്പനീസ് തമ്മിലുള്ള അവരുടെ ടേക്ക് ഓവർ ചെയ്യുമ്പോഴുള്ള ഓഫറോ ആ സാധനങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല? സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ വരുന്നുണ്ട് എന്തായിരിക്കും? ദ ക്യാപിറ്റൽ മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് എന്ന് പറയുന്നുണ്ട്. ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്തൊക്കെയായിരിക്കും വരുന്നത്? ആദ്യം വരുന്നു ഡെവലപ്മെന്റ് ബാങ്ക്സ് വരുന്നുണ്ട്. പിന്നെ എന്തായിരിക്കും വരുന്നത്? ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്തൊക്കെയായിരിക്കും വരുന്നത്? അപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഒന്ന് നോക്കി വെക്കണം. അതിൽ എന്തൊക്കെയാണ്? ഡെവലപ്മെന്റ് ബാങ്ക്സ് വരുന്നുണ്ട്, കമേഴ്ഷ്യൽ ബാങ്ക്സ് വരുന്നുണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്ത് വരുന്നുണ്ട്? നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതാണ്, ആ ഒരു ടോപ്പിക്കിൽ വരുന്നതാണ്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ആൻസർ? എന്തായിരിക്കും? ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. അപ്പൊ അത് ക്യാപിറ്റൽ മാർക്കറ്റിൽ കൺസിസ്റ്റ് ഓഫ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കും. ഓക്കെ, 24th ആൻസർ D ആണ് വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25th ക്വസ്റ്റ്യൻ ആണ്. അതിൽ വരുന്നു വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ വിത്ത് റിഗാർഡ് ടു കോൾ മണി എന്നാണ് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ വിത്ത് റിഗാർഡ് ടു കോൾ മണി എന്ന്. ഇതില് എന്തായിരിക്കും വരുന്നത്? അപ്പൊ തന്നെ ഞാൻ മാർക്ക് ചെയ്തു എന്തായിരിക്കും നോട്ട് ട്രൂ എന്നാണ് പറയുന്നത് കോൾ മണി. അപ്പൊ അതിൽ ആദ്യം തന്നെ നമുക്ക് നോക്കാം. ആൻസർ അറിയുന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തെറ്റിക്കഴിഞ്ഞാലും പറയുമായിരിക്കും നല്ലത്. അതിൽ ആദ്യം എന്താണ് പറയുന്നത്? ആൻസർ എന്താണ്? ഇറ്റ് ഈസ് ഷോർട്ട് ടേം ഫൈനാൻസ് റീപേയബിൾ ഓൺ ഡിമാൻഡ്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ വിത്ത് റിഗാർഡ് ടു കോൾ മണി എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പിന്നെ ഇറ്റ് ഈസ് ഷോർട്ട് ടേം ഫൈനാൻസ് റീപേയബിൾ ഓൺ ഡിമാൻഡ്. അടുത്തത് വന്നിരിക്കുന്നത് ഇറ്റ്സ് മെച്യൂരിറ്റി പീരീഡ് റേഞ്ചസ് ഫ്രം 1 day to 15 days എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തായിരിക്കും? ദർ ഈസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൾ റേറ്റ് ആൻഡ് അതർ ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇന്റർ ബാങ്ക് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഇവിടെ അതിൽ നോട്ട് ട്രൂ അല്ലാത്തത് വരുന്നത് ഇവിടെ വരുന്നത് എന്തായിരിക്കും? ദർ ഈസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അല്ല, ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും സാധാരണ നമുക്ക് വരേണ്ടത്. ഓക്കെ,
അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അവിടെ നിന്ന് ആൻസർ ആരും ചാറ്റ് ബോക്സിൽ ഇടുന്നില്ല. അപ്പൊ നമുക്ക് ഞാൻ ഇനിയിപ്പോ ഒരു 2 സെക്കൻഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ തരാം. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്തിട്ട് ചാറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട്. നമുക്കപ്പോൾ കുറച്ചും കൂടി സമയം നിങ്ങൾക്ക് എടുക്കാനും ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ഒരു 2 സെക്കൻഡ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ അത് വെച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗം ഞാൻ ആദ്യം പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയാണ്, the money market, 26th question, the money market where debt and stocks are traded and maturity period is more than year is known as. Question വരുന്നത് money market where debt and stocks are traded, maturity period more than a year is known as എന്നാണ് വരുന്നത് ആൻസർ. ആൻസർ അപ്പൊ എന്തായിരിക്കും? ഇവിടെ വരുന്നത് മണി മാർക്കറ്റ് വേർ ഡെപ്റ്റ് ആൻഡ് സ്റ്റോക്സ് ആർ ട്രേഡഡ്. ഡെപ്റ്റും സ്റ്റോക്സും ട്രേഡ് ചെയ്യുന്നു. മെച്യൂരിറ്റി പീരീഡ് മോർ ദാൻ ഒരു ഇയറിലും കൂടുതലാവുകയാണെങ്കിൽ എന്തായിരിക്കും എന്നാണ് ചോദ്യം വരുന്നത്. ഇങ്ങനെയാവുകയാണെങ്കിൽ എന്തായിരിക്കും? ലോങ് ടേം മാർക്കറ്റ് ആണോ, അതോ കൗണ്ടർ മാർക്കറ്റ് ആണോ, ക്യാപിറ്റൽ മാർക്കറ്റ് ആണോ, ഷോർട്ട് ടേം മാർക്കറ്റ് ആണോ എന്നുള്ളതായിരിക്കും വരിക. അതില് ലോങ് ടേം മാർക്കറ്റ് എന്താന്നുള്ളത് അറിയണം, കൗണ്ടർ മാർക്കറ്റ് എന്താന്നുള്ളത് അറിയണം, ക്യാപിറ്റൽ മാർക്കറ്റ് എന്താന്നുള്ളത് എല്ലാത്തിന്റെയും ഒരു സമ്മറി നമുക്ക് അറിയണം. ഇതിന്റെ ആൻസർ സി ആണ് ആൻസർ വരിക. എന്തായിരിക്കും വരുന്നത്? എന്തുകൊണ്ടാണ്? ക്യാപിറ്റൽ മാർക്കറ്റ് എന്നായിരിക്കും ആൻസർ വരിക. എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? ഇവിടെ മണി മാർക്കറ്റില് എന്തൊക്കെയായിരിക്കും വരുന്നത്? മണി മാർക്കറ്റ് വേർ ദ ഡെപ്റ്റ് ആൻഡ് സ്റ്റോക്സ് ആർ ട്രേഡഡ് ആൻഡ് മെച്യൂരിറ്റി പീരീഡ് മോർ ദാൻ ഇയർ, ഒരു കൊല്ലത്തിനെക്കാട്ടിലും കൂടുതലാണ് അവിടെ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എന്തായിരിക്കും വരുന്നത്? മണി മാർക്കറ്റിൽ വരുന്ന സമയത്ത് നമ്മളവിടെ മണി മാർക്കറ്റിന്റെ ഡിവിഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ വരുന്നതാണ് മോർ ദാൻ 1 ഇയർ വരുമ്പോ എന്തായിരിക്കും വരിക? ക്യാപിറ്റൽ മാർക്കറ്റിലായിരിക്കും ആൻസർ വരിക. അപ്പൊ ഈ 26ന്റെ ആൻസർ വരുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നായിരിക്കും ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 27th. Which of these is not a part of capital structure? അപ്പോ നമ്മൾ അതിൽ നോക്കേണ്ടത് എന്താ? വിച്ച് ഈസ് നോട്ട് എന്തായിരിക്കും വരുന്നത്? പാർട്ട് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നായിരിക്കും നോക്കേണ്ടത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ് എന്നുള്ളതാണ് ആദ്യം ആലോചിക്കേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ നോക്കുക. ആൻസർ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഒന്ന് വേഗം ആലോചിക്കുക, എന്നിട്ട് ആൻസർ തരാൻ നോക്കുക. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ആൻസർ ഞാൻ പറയാം. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്നതാണ് എന്തായിരിക്കും? ഇക്വിറ്റി ഷെയർസ് അല്ലെ? ഇക്വിറ്റി ഷെയർസ് വരാം. പിന്നെന്തായിരിക്കും? പ്രിഫറൻസ് ഷെയർസ് വരാം. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? അതിൽ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്, എല്ലാ കാര്യങ്ങളും അതിൽ വരണം. അപ്പൊ അതിൽ എന്തൊക്കെയായിരിക്കും വരിക? ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് വരിക? ഇക്വിറ്റി ഷെയർസ് വരാം. പിന്നെന്തായിരിക്കും? ഡിബഞ്ചേഴ്സ് വരാം. പിന്നെന്തായിരിക്കും? പ്രിഫറൻസ് ഷെയർസ്, അങ്ങനത്തെയൊക്കെ എല്ലാ സാധനങ്ങളും വരാം. അപ്പൊ ഇതിൽ എന്തായിരിക്കും ഏറ്റവും വരാൻ സാധ്യത? നോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതിൽ ഏതായിരിക്കും? നോട്ട് എന്ന് പറഞ്ഞതുകൊണ്ട് എന്തായിരിക്കും ഒരു ആൻസർ? ഷോർട്ട് ടേം ബോറോയിങ്സ് എന്ന് പറയുന്നതായിരിക്കും ആൻസർ.
വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ പാർട്ട് അല്ലാത്തത് എന്താണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്തായിരിക്കും വരുന്നത്, അതിൽ വരുന്നത് എന്തായിരിക്കും വരുന്നത്, ഷോർട്ട് ടേം ബോറോയിങ്സ് ആണ് ഇതിന്റെ പാർട്ടായിട്ട് വരാത്തത് എന്നാണ് പറയേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യം എല്ലാവരും ഒന്ന് വായിക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാം. ഞാൻ വായിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നിങ്ങൾ തന്നെ വായിക്കുകയായിരിക്കും കുറച്ചും കൂടി. അപ്പൊ എന്നിട്ട് ഞാൻ വായിക്കാം എന്തായാലും. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, നെയിം ദ പ്രോസസ് ദാറ്റ് എനേബിൾസ് ദ മാനേജ്മെന്റ് ടു ഫോർസീ ദ ഫണ്ട് റിക്വയർമെന്റ്സ് both the quantum as well as timing. അല്ലേ, ഇത് നമ്മൾ നേരത്തെ എവിടെയോ വായിച്ച പോലെയുണ്ട് അല്ലെ. നെയിം ദ പ്രോസസ് ദാറ്റ് എനേബിൾസ് ദ മാനേജ്മെന്റ് ടു ഫോർസീ ദ ഫണ്ട് റിക്വയർമെന്റ്സ്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായിരിക്കും ഒരു ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായിരിക്കും പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പറയുന്നു ഫോർസീ ദ ഫണ്ട് റിക്വയർമെന്റ്സ് ബോത്ത് ദ ക്വാണ്ടം ആസ് വെൽ ആസ് ദ ടൈമിംഗ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആൻസർ എന്തായിരിക്കും സാധ്യത, എന്തായിരിക്കും വരാൻ സാധ്യത? ഫണ്ടിന്റെ റിക്വയർമെന്റ്സ് വരുന്നത് എവിടെയായിരിക്കും? ആൻസർ ഞാൻ പറയാം. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്, ഡിവിഡൻഡ് ഡിസിഷൻസ്, ഫൈനാൻഷ്യൽ പ്ലാനിങ്. അപ്പോ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ളത് എന്താണെന്ന് നമുക്കറിയാം. ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്, നമുക്ക് എങ്ങനെയൊക്കെയാണ് ക്യാപിറ്റൽ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് വേണ്ട ക്യാപിറ്റൽ എന്തൊക്കെയാണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും വരുന്നത്. ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ പ്രോഫിറ്റ് എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതിന്റെ ഡിവിഡൻഡ് എത്ര പെർസെന്റേജ് കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിവിഡൻഡ് ഡിസിഷൻസ് വരുന്നത്. അപ്പൊ ഇവിടത്തെ ചോദ്യം എന്താണ്, ദാറ്റ് എനേബിൾസ് ദ മാനേജ്മെന്റ് ടു ഫോർസീ ദ ഫണ്ട് റിക്വയർമെന്റ് എന്നാണ്. ഫണ്ട് റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്നായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോ 28ാമത്തെ ആൻസർ വരുന്നത് ഡി ആയിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിക്കുക, എന്നിട്ട് ഞാൻ വായിച്ചു തരാം. ക്വസ്റ്റ്യൻ വരുന്നത്, ഓം പ്രകാശ് had set up a small business unit for the manufacturing of detergent in order to market detergent in the local residential areas. അല്ലെ, അപ്പൊ അത് നോക്കണം. ലോക്കൽ റെസിഡൻഷ്യൽ ഏരിയാസ്. He has appointed a team of എന്തായിരിക്കും 10 salesmen. Each salesman is expected to sell at least 200 units of the detergent within a week time. ഒരു ടൈം കൊടുത്തിട്ടുണ്ട്, ഐഡന്റിഫൈ ചെയ്ത്. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരാൾ ഓം പ്രകാശ് എന്ന് പറഞ്ഞ ആള് ഒരു സ്മോൾ ബിസിനസ് തുടങ്ങി. അവിടെ എന്തായിരിക്കും വരുന്നത്, ഡിറ്റർജന്റിന്റെ ആണ്. ലോക്കൽ റെസിഡൻഷ്യൽ ഏരിയയിലാണ് അയാൾ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അയാൾ എന്ത് ചെയ്തു, ഒരു ടീം ഓഫ് 10 സെയിൽസ്മാനെ അപ്പോയിന്റ് ചെയ്തു. അതിൽ ഓരോ സെയിൽസ്മാനും എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി വിൽക്കാൻ അറ്റ്ലീസ്റ്റ് എത്രയാണ് 200 യൂണിറ്റ് എങ്കിലും 200 യൂണിറ്റ് എങ്കിലും എന്തായിരിക്കും ഡിറ്റർജന്റ് ഒരു വീക്കിനുള്ളിൽ എന്താ വിറ്റിരിക്കണം, സെയിൽ നടത്തിയിരിക്കണം. അല്ലെ, ഇവിടെ പറയുന്നത് എന്തായിരിക്കും, ഇവരെ ഐഡന്റിഫൈ ദ പോയിന്റ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ് ബീങ് ഹൈലൈറ്റഡ് ഇൻ ദ എബോ കേസ്. ഇവിടെ പറയുന്നത് എന്താണ്, ഹൈലൈറ്റ് ചെയ്യണം നമ്മൾ ഏതാണ് കൺട്രോളിങ്ങിന്റെ
ഇമ്പോർട്ടൻസിനെയാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്തായിരിക്കും വരുന്നത്? ഏതായിരിക്കും ആൻസർ വരാൻ ചാൻസ്? ഏതായിരിക്കും? സിയാന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, ചാറ്റ് ബോക്സിൽ സിയാന്ന് പറയുന്നുണ്ട്. നോക്കാം എന്തായിരിക്കും. ആദ്യം തന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യാം. കൺട്രോളിംഗ് ഹെൽപ്സ് ഇൻ ജഡ്ജിങ് ദ ആക്യുറസി ഓഫ് സ്റ്റാൻഡേർഡ്സ്. പിന്നെ എന്തായിരിക്കും വരിക? സെൻഷുവസ് എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ്. ഓക്കെ. പിന്നെ എന്തായിരിക്കും വരുന്നത്? ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിംഗ് എംപ്ലോയി മോട്ടിവേഷൻ. പിന്നെ ഇറ്റ് ഫെസിലിറ്റേറ്റ് കോർഡിനേഷൻ ഇൻ ആക്ഷൻ. ഇവിടെ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ നോക്കേണ്ടത് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ദ ഡിറ്റർജന്റ് വിത്തിൻ എ വീക്ക് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ആഴ്ചക്കുള്ളിൽ വിൽക്കണം എന്നാണ് പറയുന്നത്. അപ്പോ അവിടെ എന്തായിരിക്കും വരുന്നത്? ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ്. അപ്പൊ നമ്മൾക്ക് എന്തായിരിക്കും വരുന്നത്? നമ്മൾക്ക് ഇത്ര സമയത്തിനുള്ളിൽ നമ്മളുടെ വിറ്റ് തീർക്കണം എന്നുള്ളതാണ്. അപ്പൊ അവിടെ എന്തായിരിക്കും വരുന്നത്? ഏറ്റവും കൂടുതൽ ഐഡന്റിഫൈ ചെയ്യേണ്ട പോയിന്റ് എന്താണ്? ഇമ്പോർട്ടൻസ് എന്താണ്? കൺട്രോളിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് വരുന്നത്? ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് എംപ്ലോയി മോട്ടിവേഷൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്യേണ്ട പോർഷൻസ് ഇതാണ്. അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ ചെക്ക് ചെയ്യേണ്ടത്. ആൻസർ ചാറ്റ് ബോക്സിൽ വന്ന ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The controlling function brings the management cycle back to the. എന്തായിരിക്കും ക്വസ്റ്റ്യൻ? ഒന്നും കൂടി വായിക്കുക, എല്ലാവരും ഒന്നും കൂടി വായിക്കുക. The controlling function brings the management cycle back to the. ആൻസർ എന്തായിരിക്കും? അപ്പോ ഇതില് ചോദ്യത്തില് എന്തായിരിക്കും? ഓർഗനൈസിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ആൻസർ തന്നിട്ടുണ്ട്, ഡയറക്റ്റിംഗ് തന്നിട്ടുണ്ട്, പ്ലാനിങ് തന്നിട്ടുണ്ട്, നൺ ഓഫ് ദ എബോവ് തന്നിട്ടുണ്ട്. നമ്മള് കൺട്രോളിങ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? നമ്മൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന, പ്ലാനിങ്ങിൽ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവിനെ നമ്മൾക്ക് എന്തായിരിക്കും? നമ്മളുടെ ഫംഗ്ഷൻസ് മുഖേന നമ്മളുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിനെല്ലാം ഓർഗനൈസ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് ആ ഒബ്ജക്റ്റീവിലേക്ക് എത്തുക എന്നുള്ളതാണ് അവിടെ എന്താ പറയാ ഏറ്റവും. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണുള്ളത് അതിനെല്ലാം എന്ത് ചെയ്യണം? നമുക്ക് കൺട്രോളിങ്ങും വേണം. അപ്പോൾ ഇതില് എന്തായിരിക്കും വരുന്നത്? മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ വരുന്നത് എന്തായിരിക്കും വരുന്നത്? ഓർഗനൈസിങ് അല്ല, ഇവിടെ കൺട്രോളിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺട്രോളിങ് ഫംഗ്ഷൻ ആണ് വരുന്നത്. അപ്പൊ കൺട്രോളിങ് ഫംഗ്ഷൻ എന്തിനെ റിലേറ്റഡ് ആയിരിക്കും വരുന്നത്? ആൻസർ എന്തായിരിക്കും? പ്ലാനിങ് ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വീണ്ടും നമ്മളുടെ എന്താണ് പ്ലാനിങ്, അതിലേക്ക് എത്താനുള്ള ആ ഒരു ആക്ടിവിറ്റീസിന്റെ ഡയറക്ഷൻ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. അപ്പൊ ദ കൺട്രോളിങ് ഫംഗ്ഷൻ ബ്രിങ്സ് ദ മാനേജ്മെന്റ് സൈക്കിൾ ബാക്ക് ടു ദ. എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? വീണ്ടും പ്ലാനിങ് ഫംഗ്ഷനിലേക്കായിരിക്കും കൊണ്ടുപോകുന്നുണ്ടാവുക. ഓക്കെ. അപ്പൊ 30ാമത്തെ ആൻസർ സി ആയിരിക്കും വരുന്നുണ്ടാവുക. എ എന്ന് പറഞ്ഞ ആൻസർ ചാറ്റ് ബോക്സിൽ വന്നത് തെറ്റാണ്. ആൻസർ വരുന്നത് 30th ആൻസർ വരുന്നത് സി ആയിരിക്കും ആൻസർ വരിക കേട്ടോ. ഇനി 31 ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിക്കുക. Which of the following is not a disadvantages of using external sources of recruitment? Which of the following is not a disadvantage? Is not എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോ അതിന്റെ അടിയിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് വേഗം അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. യൂസിങ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് disadvantage of using external sources of recruitment. അപ്പോ
നമ്മൾ എന്തായിരിക്കും വരുന്നത്, റിക്രൂട്ട്മെന്റിൽ എന്തൊക്കെയാണ് ഇന്റേണൽ സോഴ്സസ് ഉപയോഗിച്ചും എക്സ്റ്റേണൽ സോഴ്സസ് ഉപയോഗിച്ചും റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട്. അപ്പൊ അതില് എന്തായിരിക്കും ഇവര് ഡിസഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്താന്നുള്ളത് ആലോചിക്കുക. ആൻസർ എന്തായിരിക്കും? നോട്ട് എ ഡിസഡ്വാൻറ്റേജസ് ആണ്. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. എക്സ്റ്റേണൽ സോഴ്സസിന്റെ എന്തായിരിക്കും അവിടെ വരുന്നത്? നമ്മൾ അവിടെ എക്സ്റ്റേണൽ സോഴ്സസിന്റെ അഡ്വാൻറ്റേജസ് ആയിരിക്കും നോക്കണ്ടാവുക. അപ്പോ ഡിസാറ്റിസ്ഫാക്ഷൻ എമംഗ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് അതാണോ? അല്ല, ലെങ്തി പ്രോസസ് ആയിരിക്കും. എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി ഇന്റർവ്യൂ ഒക്കെ നടത്തുന്ന സമയത്ത് എന്തായിരിക്കും ഒരു ലെങ്തി ആയിട്ടുള്ള പ്രോസസ് തന്നെയാണ് വരുന്നത്. പിന്നെ എന്തായിരിക്കും, ദ സ്കോപ്പ് ഫോർ ഇൻഡക്ഷൻ ഓഫ് ഫ്രഷ് ടാലന്റ് ഈസ് റെഡ്യൂസ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ കോസ്റ്റ്ലി പ്രോസസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്ന ഒരു കാര്യങ്ങളാണ് എന്തായിരിക്കും വരിക, കോസ്റ്റ്ലി പ്രോസസ് ആണ്, ലെങ്തി ആണ്, പിന്നെ എക്സിസ്റ്റിംഗ് സ്റ്റാഫിന് എന്തായിരിക്കും വരുന്നത്, ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എക്സ്റ്റേണൽ എന്തായിരിക്കും ഡിസഡ്വാൻറ്റേജസിൽ പഠിക്കുന്നുണ്ട്. അല്ലാത്തത് ഇതിൽ എന്താണ് കിടക്കുന്നത്, ഓടായിട്ട് കിടക്കുന്നത് എന്താണ് ആൻസർ വരുന്നത്? ദ സ്കോപ്പ് ഓഫ് ഇൻഡക്ഷൻ ഓഫ് ഫ്രഷ് ടാലന്റ് ഈസ് റെഡ്യൂസ് എന്നുള്ളതായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. അതിൽ ചാറ്റ് ബോക്സിൽ വന്ന ആൻസർ കറക്റ്റ് ആണ്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡിസഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വേഗം നേരിട്ട് പോയിട്ട് റോങ് ആയിട്ടുള്ള ആൻസർ എഴുതാൻ സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻ വീണ്ടും നോക്കണം, എന്നിട്ട് എക്സ്റ്റേണൽ സോഴ്സസിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് ആലോചിച്ചിട്ട് വേണം ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാൻ കേട്ടോ. അപ്പൊ ആൻസർ എന്തായിരിക്കും വരുന്നത്? ആൻസർ CM, ദ സ്കോപ്പ് ഓഫ് ഇൻഡക്ഷൻ ഓഫ് ഫ്രഷ് ടാലന്റ് ഈസ് റെഡ്യൂസ് എന്നുള്ളതായിരിക്കും ആൻസർ വരിക. ഇനി 32. The labeling of a bag of oats cookies explains how the product is beneficial in adding fiber to the diet and the other related health benefit. Identify the related function of labeling being described in the given case എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും ഒന്ന് നോക്കുക, വായിച്ചു നോക്കുക, എന്നിട്ട് വേണം നോക്കാൻ. 32 ആണ്. തിരക്ക് പിടിച്ച് നമ്മൾ ആൻസർ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് തോന്നും അതായിരിക്കും ആൻസർ എന്ന് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് നോക്കും, ആൻസർ എഴുതും. ഒരിക്കലും ചെയ്യരുത്. ക്വസ്റ്റ്യൻ ഒരു 2 times എങ്കിലും വേഗം വേഗം വായിക്കണം. ക്വസ്റ്റ്യൻ വരുന്നത് the labeling of a pack of oats cookies explain. labeling എന്നുള്ളതാണ് അവിടെ നമുക്ക് അണ്ടർലൈൻ ചെയ്യേണ്ട വാക്ക്, ലേബിൾ. ഓക്കെ, a pack of oats cookies explain how the product beneficial for adding the fiber diet. അതിന്റെ ബെനിഫിറ്റ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ലേബലിംഗിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ അതെല്ലാം വായിച്ചു നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിൽ പറയുന്നുണ്ട് ആൻഡ് അതർ റിലേറ്റഡ് ഹെൽത്ത് ബെനിഫിറ്റും കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടെ ഐഡന്റിഫൈ ദ റിലേറ്റഡ് ഫങ്ഷൻ എന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും വരിക? ആൻസർ വന്നിട്ടുണ്ട്, ഡി എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താ ആൻസർ എന്ന്. ഡിസ്ക്രൈബ് ദ പ്രൊഡക്റ്റ് ആൻഡ് സ്പെസിഫൈ ഇറ്റ്സ് കണ്ടന്റ്. ഓക്കെ, ഇനി എന്തായിരിക്കും വരുന്നത്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ ബ്രാൻഡ്. ഓക്കെ, ഗ്രേഡിംഗ് പ്രൊഡക്റ്റ്. ശരി, ഇനി എന്തായിരിക്കും വരുന്നത്? നമ്മൾ ലാസ്റ്റത്തെ ആൻസർ വന്നിരിക്കുന്നത് ഹെൽപ്സ് ഇൻ പ്രൊമോഷൻ ഓഫ് ദ പ്രൊഡക്റ്റ്. അപ്പോ അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തായിരിക്കും വരുന്നത്? നമുക്ക് ഏതായിരിക്കും? പ്രൊമോഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് അല്ലെ. നമ്മൾ എന്തായിരിക്കും വരിക? പ്രൊഡക്റ്റില് ഫാറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തായിരിക്കും? ഫൈബർ, ഡയറ്റിലെ ഫൈബറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് അതെങ്ങനെയാണ് ബെനിഫിഷ്യൽ ആവുക എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ആ പ്രൊഡക്റ്റിനെ എന്തായിരിക്കും വരിക? പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതില് 32 ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ വരുന്നത് ഹെൽപ്സ് ഇൻ പ്രൊമോഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് എന്നാണ് വരിക.
അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, എന്താണ് പറയുന്നത്, ലേബലിംഗ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് ഓർക്കണം. അതുകൂടാതെ എന്ത് പറയുന്നുണ്ട്, എക്സ്പ്ലെയിൻ ഹൗ ദ പ്രൊഡക്റ്റ് ഈസ് ബെനിഫിഷ്യൽ ഇൻ ആഡിങ് ഫൈബർ ടു ദ, അതിന്റെ ബെനിഫിറ്റും കൂടി പറയുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും വരിക, ആ പ്രൊഡക്റ്റിന്റെ പ്രൊമോഷനെയാണ് അത് അവിടെ ലേബൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതാണ്. അപ്പൊ ആൻസർ 32ന്റെ ആൻസർ വരുന്നത് ഡി ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, ഇനി 33 ക്വസ്റ്റ്യൻ വായിക്കാവുന്ന എല്ലാവരും ആദ്യം. question. In order to improve upon its competitive edge, Khushbu Limited has changed the packaging of its hair care products. അപ്പോ അതില് ആദ്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം. They are now available in a consumer എന്തായിരിക്കും ഇവിടെ ഫ്രണ്ട്ലി ആയിരിക്കും design, which has a nozzle attached to the lid so that at the time of usage, the consumer does not need to open the cap of bottle. Name the marketing function being explained in the given lines. ഇപ്പൊ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ബേസ് ചെയ്യുന്നുണ്ട്. അപ്പോ അതിലെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആണ് ഉള്ളത്. അവിടെ നമ്മൾ കൊടുക്കുന്നത് എന്താണ്, പ്രൊഡക്റ്റിന് എന്തായിരിക്കും വരുന്നത്, പ്രൊഡക്റ്റിനെ കുറച്ചും കൂടി എന്താ ഡിസൈനിലും അതിന്റെ ഡെവലപ്മെന്റിലാണ്, അവിടെ പ്രൊഡക്റ്റിന്റെ ഡെവലപ്മെന്റ് ആണ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കൂ, ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ വരുന്നത് ആദ്യത്തെ നമ്മളുടെ ഓപ്ഷൻ തന്നിരിക്കുന്ന എന്തൊക്കെയാണ്, പ്രൊഡക്റ്റ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെന്റ് തന്നിട്ടുണ്ട്, പിന്നെ കസ്റ്റമർ സപ്പോർട്ട് സർവീസ് തന്നിട്ടുണ്ട്, ഫോർമേഷൻ തന്നിട്ടുണ്ട്, പിന്നെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. ഇതില് അവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പാക്കേജിങ് ആൻഡ് ഹെയർ കെയർ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ആ പ്രൊഡക്റ്റിന് എന്തായിരിക്കും വരെ പ്രൊമോഷൻ ആണ് കൊടുക്കുന്നത്. ഇവിടെ പ്രൊഡക്റ്റിന്റെ പ്രൊമോഷൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന മാർക്കറ്റിംഗ് ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ആൻസർ എന്തായിരിക്കും വരുന്നത്, ശരിയാണ്, ആൻസർ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. എന്താണ്, പ്രൊഡക്റ്റ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് വരുന്നത്. അവിടെ എന്തായിരിക്കും വരുന്നത്, ഒരു പുതിയ മാർക്കറ്റ് ചെയ്യാനും എന്തായിരിക്കും വരുന്നത്, കൂടുതൽ എന്തായിരിക്കും വരുന്നത്, പ്രൊഡക്റ്റിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ അവിടെ എന്തായിരിക്കും വരുന്നത്, അതാണ് മാർക്കറ്റിംഗ് ഫംഗ്ഷനിലേക്ക് എത്രയും വേഗം നമ്മുടെ പ്രൊഡക്റ്റിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, എത്രത്തോളം എന്തായിരിക്കും വരുന്നത്, ഡെവലപ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് പുതിയ പ്രൊഡക്റ്റുകൾ ആൾക്കാർ വാങ്ങാൻ നമ്മുടെ തയ്യാറാവുള്ളൂ. അപ്പൊ ഇവിടെ വരുന്നത് ആൻസർ എന്തായിരിക്കും വരുന്നത്, പ്രൊഡക്റ്റ്, അതായത് 33ാമത്തെ ആൻസർ വരുന്നത് പ്രൊഡക്റ്റ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും മാർക്കറ്റിംഗ് ഫംഗ്ഷൻ എന്നുള്ള അവിടുത്തെ ആ ഒരു പോർഷൻ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടി വരിക. ഓക്കെ, ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ഡെലിഗേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ട് അതില് ഡെലിഗേഷൻ എന്താന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് നോക്കണം, എന്നിട്ട് വേണം പറയാൻ കേട്ടോ. Which of the following is not an element? അവിടെ വരുന്നത് എന്തായിരിക്കും വരുന്നത്, നോട്ട് ആൻ എലമെന്റ് ഓഫ് ഡെലിഗേഷൻ എന്നുള്ളതാണ് വരിക. അപ്പോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ആൻസർ അതിൽ വരുന്നത് എന്തായിരിക്കും വരുന്നത്, റെസ്പോൺസിബിലിറ്റി ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ഡെലിഗേഷൻ എന്നാണ്. അപ്പോ ആൻസർ വരുന്നത് എന്താണ്, റെസ്പോൺസിബിലിറ്റി പറഞ്ഞിട്ടുണ്ട്, അതോറിറ്റി പറഞ്ഞിട്ടുണ്ട്, അക്കൗണ്ടബിലിറ്റി പറഞ്ഞിട്ടുണ്ട്, ഡീസെൻട്രലൈസേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെ
നമുക്ക് ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി റെഫേഴ്സ് ടു ദ ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഫ്രം ദ ലെവൽ ഓഫ് സൂപ്പർവൈസർ ടു ദ ലെവൽ ഓഫ് സബോർഡിനേറ്റ്സ്. അതായത് ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അതോറിറ്റീനെ എന്തായിരിക്കും വരുന്നത്? സൂപ്പർവൈസറുടെ ലെവലിൽ നിന്ന് എന്തായിരിക്കും വരുന്നത്? സബോർഡിനേറ്റ്സിന്റെ ലെവലിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് വരുന്നത്. ഇവിടെ വരുന്നത് എന്താണ്? നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? നോട്ട് ആൻ എലമെന്റ് ഓഫ് ഡെലിഗേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും വരുന്നത്? ഡീസെൻട്രലൈസേഷൻ എന്നുള്ളതായിരിക്കും ആൻസർ വരും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ഡെലിഗേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് ആൻ എലമെന്റ് എന്നാണ് പറയുന്നത്, ഡെലിഗേഷന്റെ എലമെന്റ് അല്ലാത്തത്. അപ്പൊ അതെന്തായിരിക്കും വരുന്നത്? ഡീസെൻട്രലൈസേഷൻ ആയിരിക്കും വരിക. ഓക്കെ, ഇനി 35 ആണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിക്കുക. Lakshya has been given the task of arranging for 5-day conference for foreign delegates. In order to ensure smooth functioning of the event, he has made 2 people as coordinators to take care activities related to registration and refreshment. Identify the function of management being came out by Lakshya എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതില് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹാസ് ബീൻ ഗിവൺ ദ ടാസ്ക് ഓഫ് അറേഞ്ചിങ് 5-day കോൺഫറൻസ്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം എഴുതാൻ. ഇൻ ഓർഡർ ടു എൻഷുർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ ഇവന്റ്, ഹി ഹാസ് മെയ്ഡ് 2 people to coordinators to take care of activities related to registration and refreshment. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? ഒന്നും കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക, എന്നിട്ട് ഞാൻ ആൻസർ പറയാം. അദ്വൈത് ബി പറഞ്ഞിട്ടുണ്ട്, ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ സിയും പറഞ്ഞിട്ടുണ്ട്, ആൻസർ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. അപ്പോ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചു എന്ന് വിചാരിക്കണം. ഇവിടെ 5 days കോൺഫറൻസ് ആണ്. അവിടെ എന്തായിരിക്കും വരുന്നത്? സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ് നടക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 2 പേരെ കോർഡിനേറ്റേഴ്സ് ആയിട്ട് ആക്ടിവിറ്റീസിന് രജിസ്ട്രേഷനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തായിരിക്കും വരിക? പ്ലാനിങ് അല്ല. നമ്മുടെ തന്നിരിക്കുന്ന ആൻസറിൽ പ്ലാനിങ് അല്ല. സ്റ്റാഫിംഗ് ആണോ? അതുമല്ല. പിന്നെ ഓർഗനൈസിംഗും തന്നിട്ടുണ്ട്, ഡയറക്ടിങ്ങും തന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇപ്പോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഡെയിലി ആയിട്ടുള്ള എന്തായിരിക്കും വരുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസിങ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തായിരിക്കും എന്ന് ആ പറയുന്ന ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ നടന്നു പോകുള്ളൂ. അപ്പൊ അതെന്തായിരിക്കും വരുന്നത്? ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും വരുന്നത്? ഓർഗനൈസിങ് എന്നായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഇവിടെ ഏത് ഫംഗ്ഷൻ ആണ്, മാനേജ്മെന്റിന്റെ ഏത് ഫംഗ്ഷൻ ആണ് അവിടെ വരണേന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തായിരിക്കും ഇവരെ 2 പേരെ ഏൽപ്പിച്ചു ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ സ്മൂത്ത് റണ്ണിന് വേണ്ടിയിട്ട്. അത് പ്ലാനിങ്ങും സ്റ്റാഫിങ്ങും അല്ല ഡയറക്റ്റിങ്ങും അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ആൻസർ ഏതായിരിക്കും വരുന്നത്? ഓർഗനൈസിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായിരിക്കും. അപ്പൊ 35ന്റെ ആൻസർ എത്രയായിരിക്കും വരുന്നത്? സി ആയിരിക്കും ആൻസർ വരിക. ഇനി 36 ക്വസ്റ്റ്യൻ ആണ്. 36 ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും വരിക? ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വിച്ച് ഫെസിലിറ്റേറ്റ് ഒക്യുപ്പേഷണൽ സ്പെഷ്യലൈസേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുക എന്നിട്ട് പറയാം. ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് അതിൽ ഒക്യുപ്പേഷണൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? Identify the type of organizational structure which facilitate occupational specialization. Occupational എന്തായിരിക്കും വരുന്നത്? ഒക്യുപ്പേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം അതിൽ ഏതായിരിക്കും വരിക? ഫങ്ഷണൽ പറയുന്നുണ്ട്, ഹൊറിസോണ്ടൽ പറയുന്നുണ്ട്, നെറ്റ്വർക്ക് പറയുന്നുണ്ട്, ഡിവിഷണൽ പറയുന്നുണ്ട്. നമ്മൾ
എന്തെങ്കിലും ഒരു ഒക്യുപ്പേഷനെ സ്പെഷ്യലൈസ് ചെയ്തിട്ട്, അതായത് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കുകയാണ്, അപ്പോൾ അതിന് എന്താ പറയാ, അത് സ്കിൽഡ് ആയാലും അൺസ്കിൽഡ് ആയാലും പറയാണ്, ഒക്യുപ്പേഷൻ ആണ് ഇമ്പോർട്ടൻസ്. സ്പെഷ്യലൈസേഷൻ വരുമ്പോൾ ഏതായിരിക്കും വരുന്നത്, അവിടെ ബേസ് ചെയ്യുന്നത് എന്തായിരിക്കും വരുന്നത്, ഫങ്ഷണൽ സ്ട്രക്ചറിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആൻസർ വരുന്നത് എന്തായിരിക്കും? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ടൈപ്പ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അവിടെ ഏതായിരിക്കും ഒരു ഒക്യുപ്പേഷണൽ സ്പെഷ്യലൈസേഷൻ എന്നുള്ളതാണ് അവിടെ അതിന്റെ ആൻസർ വരുന്നത്. എന്തായിരിക്കും ആൻസർ? 36ന്റെ എ ആയിരിക്കും. ഫങ്ഷണൽ സ്ട്രക്ചർ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 37 ആണ്. ക്വസ്റ്റ്യൻ ചെറുതായിരിക്കും, പക്ഷെ അതിന്റെ ആൻസർ വളരെ വ്യക്തമായിട്ട് വായിച്ചു നോക്കണം, എന്നിട്ട് വേണം ആൻസർ ചെയ്യാൻ. അടുത്തത് പറയുന്നു, ഓർഗനൈസിംഗ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ മാനേജർ. ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ മാനേജർ. ആൻസർ ആദ്യം ഒന്ന് നോക്കിക്കോളൂ. എന്തൊക്കെയാണ് ഓർഗനൈസിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? എസ്റ്റാബ്ലിഷസ് ഓർഡർ ഔട്ട് ഓഫ് chaos, remove conflict among people over work or responsibility sharing, creates an environment suitable for teamwork. ഓൾ ദ എബോവ് എന്നാണ്. അപ്പൊ ഓർഗനൈസിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു ഫംഗ്ഷൻ പറയുമ്പോൾ മാനേജ്മെന്റിന്റെ പറയുന്ന സമയത്ത് അത് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം ഓർഡറാക്കി എന്തായിരിക്കും വരുന്നത്, കൂടുതൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കൂടുതൽ വർക്കുകൾ എന്തായിരിക്കും എന്ന കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഷെയർ ചെയ്ത് പോയി എന്തായിരിക്കും നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഒരു ടീം വർക്കിന്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓർഗനൈസിംഗിന്റെ ഫംഗ്ഷൻ. അപ്പോ ഇതിലെല്ലാ പ്രോസസ്സും വരുന്നില്ലേ? അപ്പോ ആൻസർ വരുന്നത് എന്തായിരിക്കും വരിക? ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. അപ്പൊ 37ന്റെ ആൻസർ വരുന്നത് ഓർഗനൈസിംഗ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ മാനേജർ എന്തായിരിക്കും വരുന്നത്? ഇതിൽ 3 എണ്ണവും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിൽ എന്തായിരിക്കും വരിക? ഡി ആയിരിക്കും ആൻസർ വരിക. ഓൾ ഓഫ് ദ എബോവ് എന്നായിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഓർഗനൈസിംഗിന്റെ എല്ലാ പ്രോസസ്സിലും എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. Next question. It is not always true that just because a plan has worked before it will work again, identify the related limitation of planning. Question ഒന്നുകൂടി ശ്രദ്ധിക്കണം. It is not always true that just because a plan has worked before it will work again. അപ്പൊ ലിമിറ്റേഷൻ, പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻ ആണ് ഇവിടെ ചോദിക്കുന്നത്. എന്തൊക്കെയായിരിക്കും വരാ? പ്ലാനിങ് ലീഡ്സ് ടു റിജിഡിറ്റി എന്ന് പറയുന്നുണ്ട്. പിന്നെന്തായിരിക്കും വരാ? പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നുണ്ട്. അതൊരു ലിമിറ്റേഷൻ ആണോ? അപ്പൊ പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റുമോ എന്നാണ് ആദ്യം ആലോചിക്കേണ്ടത്. പ്ലാനിങ് മേ നോട്ട് വർക്ക് ഇൻ എ ഡൈനാമിക് എൻവയോൺമെന്റ്. പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോ നമ്മൾക്ക് പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിലേക്ക് നമ്മളുടെ വർക്കുകളെല്ലാം എന്തായിരിക്കും ഒരു ഓർഗനൈസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ആ ഫംഗ്ഷൻ എല്ലാം നമ്മൾ എന്തായിരിക്കും മാനേജ്മെന്റ് എല്ലാ ഫംഗ്ഷനും നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതില് ആദ്യത്തെ ഫംഗ്ഷൻ ആണ് എന്ത് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം
ലിമിറ്റേഷൻ ആണ് ചോദിക്കുന്നത്. അപ്പൊ പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻ എന്താണെന്നാണ് പറയേണ്ടത്. അപ്പോ ഇതിൽ ഏതായിരിക്കും വരുന്നത്? പ്ലാനിങ് എന്തായിരിക്കും ആൻസർ വരുന്നത്? എന്തായിരിക്കും ആൻസർ? ആലോചിച്ചിട്ട് ചാറ്റ് ബോക്സിൽ ഇടുക. ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത് എന്തായിരിക്കും? പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ് എന്ന് പറയുന്നത്. അത് പ്ലാനിങ്ങിന്റെ ഒരു എന്തായിരിക്കും ലിമിറ്റേഷൻ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് തന്നെ എല്ലാ ആക്ടിവിറ്റീസും നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? ആ ഒബ്ജക്റ്റീവ്സിൽ ചേഞ്ചസ് വരാം. അതുകൊണ്ടാണ് പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ് എന്ന് പറയുന്ന ആൻസർ നമുക്ക് ലിമിറ്റേഷൻ ആയിട്ട്, പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. കറക്റ്റ് ആൻസർ ആണ്. ചാറ്റ് ബോക്സിൽ വന്നിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഇനി 39th ആണ്. In 2019, ക്വസ്റ്റ്യൻ വായിക്കാൻ നിങ്ങൾ വായിക്കുക, കൂടാതെ ഞാനും വായിക്കുന്നുണ്ട്. In 2019 alone, Swiggy has launched operations in 300 towns and cities. Swiggy follows a two-step sequence while expanding to a small town. First, it provides more laborious training to restaurant and delivery partners compared to their counterparts in the city. Second, it focuses on building scale in operations and increase the restaurant's reach to a larger base of consumers, including optimizing kitchen resources planning, among others. Identify the type of plan being described in the above lines. അപ്പോ ഇതില് ക്വസ്റ്റ്യൻ നന്നായിട്ട് എല്ലാവരും ഒന്ന് വായിക്കുക. എന്ന കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. അപ്പോ നന്നായിട്ടൊന്ന് വായിച്ചിട്ട് വേണം നമുക്ക് പറയാൻ. ഇതില് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിഗ്ഗിയാണ് 300 എന്തായിരിക്കും വരുന്നത് ടൗൺസ് ആൻഡ് സിറ്റീസിൽ എന്തായിരിക്കും അവര് ലോഞ്ച് ചെയ്തു. ഓക്കെ, സ്വിഗ്ഗി എന്തായിരിക്കും വരുന്നത് 2 സ്റ്റെപ്പ് സീക്വൻസ് ആണ്. എക്സ്പാൻഡിങ് സ്മോൾ ടൈം ഫസ്റ്റ്, പിന്നെ എന്തായിരിക്കും ഒരു മോർ ലെബറിയസ് ട്രെയിനിങ്. റെസ്റ്റോറന്റ് ഡെലിവറി പാർട്ട്നേഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കമ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ട്രെയിനിങ് ഒക്കെ കൊടുത്തു. പിന്നെ എന്തായിരിക്കും വരുന്നത് ഫോക്കസ് ഇൻ ബിൽഡിംഗ് സ്കെയിൽ ഇൻ ഓപ്പറേഷൻസ് ഒക്കെ അതിന്റെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്റ്റോറന്റ് എങ്ങനെയാണെന്നുള്ളത് അതും കൊടുത്തിട്ടുണ്ട്. കൺസ്യൂമേഴ്സിന് എല്ലാ കാര്യങ്ങളും അവര് കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് എല്ലാം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ റിസോഴ്സസ് പ്ലാനിങ് എമംഗ് അതേഴ്സ്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്ലാൻ ബീയിങ് ഡിസ്ക്രൈബ് ഇൻ ദ എബോവ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വിഗ്ഗി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്, ഒരു ബിസിനസ്. ആദ്യം തന്നെ ഇവിടെ ആൻസർ തന്നിരിക്കുന്നത് മെത്തേഡ്, പ്രൊസീജിയർ, സ്ട്രാറ്റജി, പ്രോഗ്രാം എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? നമുക്ക് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചാറ്റ് ബോക്സിൽ ആൻസർ വന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് ആൻസർ വരാൻ കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്തായിരിക്കും ഇവിടെ പ്ലാൻ ചെയ്ത് അതിനെന്തായിരിക്കും വരുന്നത് ലോങ് ടേം ആയിട്ടുള്ള എന്തായിരിക്കും വരുന്നത് ഒരു പ്ലാനിങ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ലോങ് ടേം ആയിട്ടുള്ള പ്ലാനിങ് നടക്കുന്ന സമയത്ത് എന്തായിരിക്കും വരുന്നത്, അവിടെ സ്ട്രാറ്റജി ആയിരിക്കും അവിടെ ആൻസർ കറക്റ്റ് ആയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. എന്തായിരിക്കും വരിക? സ്ട്രാറ്റജിയാണ് ആൻസർ വരുന്നത്. അപ്പൊ അതായത് ലോങ് ടേം പ്ലാനിങ് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റിസോഴ്സ് പ്ലാനിങ് എമംഗ് അതേഴ്സ്,
ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്ലാൻ എന്നാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും, ഇവിടെ ലോങ് ടേം ആയിട്ടാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് അവിടെ ആൻസർ എന്തായിരിക്കും വരുന്നത്, സ്ട്രാറ്റജി ആയിരിക്കും വരിക ആൻസർ. ഓക്കെ, അപ്പൊ 39ന്റെ ആൻസർ വരുന്നത് സി ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 40th ആണ്. അതും കുറച്ച് എന്താ പറയുക ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക. ദീക്ഷ ഈസ് വർക്കിംഗ് ഇൻ ടെൽകോ ലിമിറ്റഡ്, എ കമ്പനി മാനുഫാക്ചറിംഗ് ടൈൽസ്. ഷീ ഫൗണ്ട് ദാറ്റ് ദ പ്രോഫിറ്റ്സ് ഹാവ് സ്റ്റാർട്ടഡ് ഡിക്ലൈനിങ്. ഓക്കെ, അപ്പൊ അതിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യണം, ഡിക്ലൈനിങ് ഫോർ ദ ലാസ്റ്റ് 6 months. പ്രോഫിറ്റ് ഹാസ് ആൻ ഇംപ്ലിക്കേഷൻ ഓഫ് ദ സർവൈവൽ ഓഫ് ദ ഫേം. So she analyzed the business environment to find out the reasons for this decline from the following alternatives. Identify the level of management എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So ഇവിടെ ക്വസ്റ്റ്യനിൽ ആൻസർ വന്നിരിക്കുന്നു. ആൻസർ വന്നിട്ട് വായിച്ചിട്ട് വന്നിട്ടുണ്ട്. സി ആണ് പറയുന്നത്. അത് കറക്റ്റ് ആണ്. എന്തുകൊണ്ടാണ്, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ന് പറയാൻ കാരണം, ഇവിടെ ദീക്ഷ എന്ന് പറയുന്നത് ഷീ ഫൗണ്ട് ദാറ്റ് അപ്പൊ 3 ലെവലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ലെവൽ ഓഫ് മാനേജ്മെന്റിൽ നമ്മൾ പഠിക്കുന്നത്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവല്, ലോവർ ലെവല്. ഓക്കെ, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ് എന്തായിരിക്കും മെയിൻ ആയിട്ടുള്ള പ്രോഫിറ്റ് മേക്കിംഗ്, അത് എങ്ങനെയാണ്, അതിന്റെ ചേഞ്ചസ് എങ്ങനെയൊക്കെയാണ് എഫക്ട് ചെയ്യുക, ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത് എന്തായിരിക്കും, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് വരുന്നത് മാനേജേഴ്സ്, ഈ സിഇഒ ടോപ്പ് ലെവലിലുള്ള ആൾക്കാർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം മാനേജേഴ്സ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ലോവർ ലെവലിൽ എന്തായിരിക്കും വരിക, സൂപ്പർവൈസേഴ്സ്, ലേബേഴ്സ്, അങ്ങനെയുള്ളവരൊക്കെയാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത് എന്തായിരിക്കും, ഷീ ഫൗണ്ട് ദാറ്റ് ദ പ്രോഫിറ്റ്സ് ഹാവ് സ്റ്റാർട്ടഡ് ഡിക്ലൈനിങ് ദ ലാസ്റ്റ് 6 months. 6 മാസം കൊണ്ട് പ്രോഫിറ്റ് ഡിക്ലൈൻ ചെയ്യുന്നത് എന്തായിരിക്കും വരുന്നത്, അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതും എൻവയോൺമെന്റ് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ആ കാരണങ്ങൾ, ആ പ്രോഫിറ്റ് താഴേക്ക് വരാൻ കാരണം എന്താണെന്നുള്ളതൊക്കെ നോക്കുന്നത് ആരാണ്, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. അപ്പോ ഇതിന്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതൊക്കെ ഏത് ലെവലായിരിക്കും, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ 40th ആൻസർ എന്തായിരിക്കും വരുന്നത്, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്നായിരിക്കും ആൻസർ വരാം. ഓക്കെ, അപ്പൊ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെയും ഓരോ മാനേജ്മെന്റിന്റെയും ലെവൽ ഓഫ് എന്തായിരിക്കും വരുന്നത്, ഫംഗ്ഷൻ എല്ലാം നോക്കി വെക്കണം കേട്ടോ. ചാറ്റ് ബോക്സിൽ വന്ന ഒരു ആൻസർ തെറ്റായിരുന്നു 40യുടെ. അതിന്റെ ആൻസർ വരുന്നത് ടോപ്പ് ലെവലാണ്. ഇനി അടുത്തത് 41 എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. Which of the following is not an element of communication process? കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ എലമെന്റ് അല്ലാത്തത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, നോട്ട്. അതിലെന്തായിരിക്കും വരുന്നത്, ആദ്യം തന്നെ മോട്ടിവേഷൻ. ഓക്കെ, പിന്നെ എന്തായിരിക്കും വരുന്നത്, ഐഡിയാസ്, എൻകോഡിങ് സെന്റർ. ഏറ്റവും എളുപ്പമുള്ള ആൻസർ ആണ്. അതിലേതായിരിക്കും ആൻസർ വരിക, which of the following is not an element of communication process? ഏതായിരിക്കും, എ ആണ് ആൻസർ വന്നിരിക്കുന്നത്. കറക്റ്റ് ആണ്. എന്തായിരിക്കും വരുന്നത്, അത് എന്തുകൊണ്ടാണ് വരാൻ കാരണം, നോട്ട് ആൻ എലമെന്റ് എന്നാണ് ചോദിക്കണേ. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ എന്തായിരിക്കും വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എലമെന്റ്. എലമെന്റ് അല്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ അതില് എലമെന്റ് അല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് എന്തായിരിക്കും വരിക, അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ വരുന്നവരായിരിക്കും ഐഡിയാസ് ഉണ്ടാവും. ഈ ഐഡിയാസിന് എന്തായിരിക്കും വരുന്നത്, നമ്മൾക്ക് കൊടുക്കുന്ന ആളുണ്ടാവും, റിസീവ് ചെയ്യുന്ന ആളുണ്ടാവും. അതിനെ എൻകോഡ് ചെയ്ത് എന്തായിരിക്കും കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ള ആ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഇവിടെ എന്തായിരിക്കും വരുന്നത്, മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഭാഗമായിട്ട് കമ്മ്യൂണിക്കേഷന്റെ എലമെന്റ് ആയിട്ട് എടുക്കുന്നില്ല. എലമെന്റ്, നോട്ട് ആൻ എലമെന്റ്, അതാണ് അവിടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് കേട്ടോ.
ഐഡിയാസും എൻകോഡിങ്ങും എന്താ പറയാ സെന്ററും കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ എലമെന്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കണം. പെട്ടെന്ന് നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ 41ന്റെ ആൻസർ വരുന്നത് മോട്ടിവേഷൻ എന്നാണ് വരിക. എ ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Communication is a process by which people create and share information with one another in order to reach common understanding. This definition given by അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് is a process by which people create and share information with one another in order to reach common understanding എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആരാണ് കൊടുത്തത് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ NCERTയുടെ ബുക്കിലില്ല, അത് ഒരു പുറത്തുനിന്നുള്ളതാണ്. റോജേഴ്സ് എന്നാണ് ആൻസർ വരിക കേട്ടോ. ഇപ്പൊ 42ന്റെ ആൻസർ വരുന്നത് സിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് നന്നായി പഠിക്കുക. ആരാണ് കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സിന്റെ ഇത് പറഞ്ഞത് ആരാണെന്നുള്ളത് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഗ്രേപ്പ് വൈൻ റെഫേഴ്സ് ടു വിച്ച് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഗ്രേപ്പ് വൈൻ റെഫേഴ്സ് ടു വിച്ച് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഗ്രേപ്പ് വൈൻ എന്നാണ് പറയുന്നത്. അപ്പോ കമ്മ്യൂണിക്കേഷന്റെ ഇതിൽ വരുന്നതാണ്. എന്തായിരിക്കും വരിക? ഗ്രേപ്പ് വൈൻ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ഒരു കോമൺ സെൻസിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ അറിയാം. അതൊരു ഫോർമാലിറ്റി ഇല്ലാണ്ട് എന്തായിരിക്കും എന്ന് എന്റേതായ വഴിക്കെല്ലാം എന്തായിരിക്കും എന്ന് വളരുന്നതാണ്. അപ്പോ ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും വരിക? അങ്ങനെ നമ്മൾ എളുപ്പത്തിൽ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് കിട്ടും. കോർപ്പറേറ്റ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഫോർമൽ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വന്നിട്ടുണ്ട്. ഇൻഫോർമൽ സിസ്റ്റം കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ കറക്റ്റ് ആണ് ആൻസർ. ഗ്രേപ്പ് വൈൻ റെഫേഴ്സ് ടു വിച്ച് ഓഫ് ദ സിസ്റ്റം കമ്മ്യൂണിക്കേഷന്റെ ഏത് ഇതിലാന്ന് ചോദിക്കുന്ന സമയത്ത് എന്തായിരിക്കും? ഗ്രേപ്പ് വൈൻ ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, എന്താണ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കണം, ഇൻഫോർമൽ എന്താണെന്ന് നോക്കണം. എന്നാലേ ഈ ഗ്രേപ്പ് വൈനിന്റെ ആ ഒരു ഇൻഫോർമൽ സിസ്റ്റം എന്നുള്ളത് എന്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അടുത്തത് dash are the approaches to the study of leadership which emphasize the personality of the leader. ഇതില് എന്താ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാഷ് ആർ ദ അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് ലീഡർഷിപ്പ് വിച്ച് എംഫസൈസ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ ലീഡർ. ഇതിൽ ഏത് അപ്രോച്ചാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം കുറച്ചും കൂടി ഉണ്ട്, ഒന്നുകൂടി മനസ്സിലാക്കി തരാം. ഡാഷ് ആർ ദ അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് ലീഡർഷിപ്പ്. സ്റ്റഡി ഓഫ് ലീഡർഷിപ്പ് ആണ് വിച്ച് എംഫസൈസ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ ലീഡർ. അപ്പൊ ഇതിൽ ഏതാണെന്നായിരിക്കും വരുന്നത്? കണ്ടിജൻസി തിയറി ആണോ? അല്ല. ഗ്രൂപ്പ് തിയറി ആണോ? അല്ല. പിന്നെ ട്രയഡ് തിയറീസ് ഉണ്ട്, ഇൻസ്പിറേഷണൽ തിയറി ഉണ്ട്. അപ്പോൾ ട്രയഡ് തിയറി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു പേരുണ്ട്, ഡിസ്പൊസിഷണൽ തിയറി എന്ന് പറഞ്ഞിട്ട് ഒരു പേരും കൂടി വരുന്നുണ്ട്. അപ്പൊ ഇതിൽ എന്തായിരിക്കും വരുന്നത്? ഹ്യൂമൻ പേഴ്സണാലിറ്റീസിനെ പറ്റി പഠിക്കുന്നത്, അതായത് ലീഡർഷിപ്പിനൊക്കെ പറ്റി പഠിക്കുക,
പേഴ്സണാലിറ്റി, അതായത് ലീഡറിന്റെ പേഴ്സണാലിറ്റി എന്താന്ന് പഠിക്കുക, അതൊക്കെ വരുന്നത് ഒരു അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി വരുന്നതാണ് ട്രയഡ് തിയറി എന്നായിരിക്കും ആൻസർ വരാം. അപ്പൊ ആൻസർ കറക്റ്റ് ആണ്, സി ആണ് ആൻസർ വരുന്നത്. കറക്റ്റ് ആണ്, ഹനയുടെ ആൻസറും കറക്റ്റ് ആണ് കേട്ടോ. Dash are the approaches to the study of leadership which emphasize the personality of the leader. അപ്പൊ അവിടെ എന്തായിരിക്കും വരിക? പേഴ്സണാലിറ്റി ഓഫ് ദ ലീഡർ. അപ്പൊ ഹ്യൂമൻ സ്റ്റഡി ആണ്, പേഴ്സണാലിറ്റിനെ പറ്റി പഠിക്കുന്ന ഒരു തിയറിയാണത്. അതിന്റെ ആൻസർ ആണ് ട്രയഡ് തിയറി എന്നാണ് വരുന്നത്. 44ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ, 44ന്റെ ആൻസർ സി ആയിരിക്കും വരിക. അടുത്തത് 45 ആണ്. It means the process of making subordinates act in a desired manner to achieve certain organizational goals. Process of making subordinates act. Question വായിക്കുക എന്നിട്ട് ആൻസർ ചെയ്യാം. It means the process. Question ഒന്നും കൂടി ശ്രദ്ധിച്ച് വായിക്കണം. It means the process of making subordinates act in a desired manner to achieve certain organizational goals. അതായത് നമ്മുടെ സബോർഡിനേറ്റ്സിന്റെ ആക്ടിനെ നമ്മളുടെ ഒബ്ജക്റ്റീവിനെ അനുസരിച്ചിട്ട്, അവരുടെ ഓർഗനൈസേഷണൽ ഗോൾസിനനുസരിച്ചിട്ട് അവരെ എന്തായിരിക്കും എന്നത്, അവരുടെ ആ ഒരു ആക്ടും കൂടി നമ്മളുടെ രീതിയിലേക്ക് ആക്കിയെടുക്കുക, സർട്ടൻ ഓർഗനൈസേഷണൽ ഗോൾസിന് രീതിയിലാക്കി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കിയെടുക്കുക. ആ പ്രോസസ്സിനെ പറയുന്നത് എന്താണെന്നാണ് ചോദ്യം വരുന്നത്. ഇറ്റ് മീൻസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് സബോർഡിനേറ്റ്സ് ആക്ട് ഇൻ എ ഡിസൈർഡ് മാനർ ടു അച്ചീവ് സർട്ടൻ ഓർഗനൈസേഷൻ. അതിൽ സൂപ്പർവിഷൻ ആണോ? സൂപ്പർവിഷൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ? ഓർഗനൈസേഷണൽ ഗോളിലേക്ക് എത്തോ? ഇല്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാവോ? ഇല്ല. പക്ഷെ ലീഡർഷിപ്പും മോട്ടിവേഷൻ, അപ്പൊ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരാളുടെ ആക്ടിവിറ്റീസിനെ മോട്ടിവേറ്റ് ചെയ്ത് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്, ഒരാളുടെ ആക്ടിവിറ്റീനെ നമ്മളെ ഓർഗനൈസേഷൻ ലെവലിലേക്ക്, ഓർഗനൈസേഷന്റെ ഗോളിലേക്ക് അച്ചീവ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാൻ ആർക്കാണ് സാധിക്കുക? ഒരു നല്ല ലീഡർക്കാണ് സാധിക്കുക. അപ്പൊ ലീഡർഷിപ്പിന്റെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് ആയിട്ട്, ഒരു അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് എന്താണ്? സബോർഡിനേറ്റ്സിന്റെ ആക്ടിനെ നമുക്ക് ഡിസൈഡ് ലെവലിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് എന്തായിരിക്കും? ലീഡർഷിപ്പ് ആയിരിക്കും ആൻസർ. അപ്പൊ 45ന്റെ ആൻസർ വരുന്നത് ലീഡർഷിപ്പ് എന്നായിരിക്കും. ഓക്കെ, അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ? ഹെൻറി ഫയോളിന്റെ എന്തായിരിക്കും ഇവരെ? നോട്ട് എ പ്രിൻസിപ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, ഫയോളും ആണ്, അതും ശ്രദ്ധിക്കണം. ഇനി ഓരോന്നോരോന്നായിട്ട് വായിച്ചു നോക്കാം, ആൻസർ നോക്കുക. Which of the following is not a principle of management according to Henry Fayol? അതിൽ ആദ്യം പറഞ്ഞു സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഓവർ ദ ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എസ്പ്രിറ്റ് ദി കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റി ഓഫ് മാനേജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫയോളിന്റെ നേരത്തെ പറഞ്ഞതാണ് എന്താണ്, ഫാദർ ഓഫ് ആരാണെന്നുള്ളത് പറഞ്ഞു. എന്താണ് അതിനെ ബേസ് ചെയ്ത്, ഫയോൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പൾ ഓഫ് മാനേജ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ എന്തായിരിക്കും ആൻസർ വരുന്നത്? യൂണിറ്റി ഓഫ് മാനേജേഴ്സ് എന്നാണ് ആൻസർ വരാം. ഓക്കെ, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അവിടെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 47. Which is not a characteristics of decentralization എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് വിച്ച് ഈസ് നോട്ട്
എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ എന്താന്നുള്ളത് നമുക്കറിയാം. എന്തായിരിക്കും വരുന്നത്? അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഡീസെൻട്രലൈസേഷനും സെൻട്രലൈസേഷനും എന്താന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഇവിടെ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വായിച്ചു നോക്കുക. The subordinates are held accountable for the work. അടുത്ത് പറയുന്നു, it is the end result of the well thought policy of delegating authority to the lowest managerial level. അടുത്ത് പറയുന്നു, it is more suitable for small organization rather than large ones എന്ന് പറയുന്നു. It produces autonomous and self-sustaining unit എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം എന്തായിരിക്കും വരുന്നത്. നമുക്ക് വലിയ എന്തായിരിക്കും വരുന്നത് തീരുമാനങ്ങളുണ്ട്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്, ലോവർ ലെവലിലുള്ള ആൾക്കാർക്ക് പോലും എന്തായിരിക്കും വരുന്നത് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ സാധിക്കും. ഇപ്പൊ ഒരു സൂപ്പർവൈസർക്കൊക്കെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ സാധിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എന്തായിരിക്കും മാനേജേഴ്സിനും ടോപ്പ് ലെവലിലുള്ള മാനേജ്മെന്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ചോദ്യം നോട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്തായിരിക്കും വരുന്നത്? ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഓർഗനൈസേഷൻ റാദർ ദാൻ ലാർജ് വൺസ്. അതായത് നോട്ട് എന്തായിരിക്കും ഇവിടെ നോട്ട് എന്നാണ് പറയുന്നിരിക്കുന്നത്. ഡീസെൻട്രലൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക? ആൻസർ വരുന്നത് ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഓർഗനൈസേഷൻ റാദർ ദാൻ ലാർജ് വൺസ്. ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത് വരുന്നു, വാട്ട് ഡു യു മീൻ ബൈ ഡയറക്റ്റിംഗ്? ഡയറക്റ്റിംഗ് എന്താണെന്നാണ് ചോദ്യം വരുന്നത്. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു ദ ക്വസ്റ്റ്യൻ വായിക്കുക, ഓരോ പോയിന്റ്സും വായിച്ചു നോക്കണം, എന്നാലേ അത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ടിങ്, ഗൈഡിങ്, കൗൺസിലിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിംഗ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. ഒന്നാമത്തെ. രണ്ട് പറയുന്നു, ഇറ്റ് റെഫേഴ്സ് ഓൺലി ടു ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ടിങ് പീപ്പിൾ ടു ദ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. പിന്നെ പറയുന്നു, ഇറ്റ് റെഫേഴ്സ് ഓൺലി ടു ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ടിങ്, ഗൈഡിംഗ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഓൺലി മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിംഗ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. ഇപ്പോൾ ഡയറക്റ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അപ്പൊ തന്നെ ആലോചിക്കേണ്ടത് എന്താണ്? മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് എന്താണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുക. അതില് ആദ്യത്തെ നമുക്ക് എന്തായിരിക്കും വരുന്നത്? ആദ്യം ക്വസ്റ്റ്യൻ വരുന്നത് എന്താ? ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ടിങ്. ഇന്നത് എന്തായിരിക്കും വരുന്നത്? ഒരു ഫോമായിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. ഗൈഡ് ചെയ്യുക, കൗൺസിൽ ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, പിന്നെ ലീഡ് ചെയ്യുക. അതായത് ഓർഗനൈസേഷൻ എന്താണോ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്ത് ഡയറക്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്ന ആ ഒബ്ജക്റ്റീവ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വരുന്നത്. അതിലെ ആൻസർ 48ന്റെ ആൻസർ വരുന്നത് ഡയറക്റ്റിംഗിന്റെ ഇതിൽ വരുന്നത് വാട്ട് ഡു യു മീൻ ബൈ ഡയറക്റ്റിംഗ് എന്ന് പറയുമ്പോൾ ആൻസർ വരുന്നത് ഫസ്റ്റ് വൺ ആയിരിക്കും. അപ്പൊ ഡയറക്റ്റിംഗ് എന്താന്നുള്ളത് മനസ്സിലാക്കണം. ഇൻസ്ട്രക്ട് ചെയ്യുക, ഗൈഡ് ചെയ്യുക, കൗൺസിൽ ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, പീപ്പിളിനെ എന്തായിരിക്കും ലീഡ് ചെയ്യുക, ഓർഗനൈസേഷന്റെ ഗോൾസിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ലീഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ 48ന്റെ ആൻസർ എ ആണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം, ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. വാട്ട് ഡു യു മീൻ ബൈ സ്റ്റാഫിംഗ്? എന്താണ് സ്റ്റാഫിംഗ് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഡയറക്റ്റിംഗ് പറഞ്ഞ പോലെ തന്നെ സ്റ്റാഫിംഗിൽ ഏതൊക്കെയാണ് പ്രോസസ്സ് വരുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. അതിൽ പറയുന്നത് എന്തായിരിക്കും വരുന്നത്? സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ആദ്യം തന്നെ എന്തായിരിക്കും അതിൽ ഫംഗ്ഷൻ വരുന്നത്? എത്രയാണ് റിക്വയർമെന്റ്, എത്രയാണ് മാൻ പവർ, എത്രയാണ് റിക്വയർമെന്റ്, എത്രയാണെന്ന് അറിഞ്ഞതിന് ശേഷം എന്തായിരിക്കും വരുന്നത്? റിക്രൂട്ട്മെന്റ് നടത്തി അതിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് അവർക്ക് എന്ത് കൊടുക്കണം? ഡെവലപ്പ് ചെയ്ത് അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഡെവലപ്പ് ചെയ്ത് പിന്നെ എന്തായിരിക്കും വരുന്നത്? അവരെ കമ്പനിയുടെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ആ സമയത്ത് ചില സമയത്ത് എന്തായിരിക്കും വരുന്നത്? നമുക്ക്
ഇതിൽ ആൻസർ വരുന്നത് എ ആണ് ആൻസർ വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു എണ്ണം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കോമ്പൻസേഷൻ ഓഫ് സബോർഡിനേറ്റ് മാനേജേഴ്സ് എന്ന് പറയുന്നുണ്ട്. ചില സമയത്ത് എന്തായിരിക്കും വരുന്നത്, ഒരാളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഒരാൾ എന്തായിരിക്കും വരുന്നത്, റിട്ടയർമെന്റ് ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് എന്തായിരിക്കും വരുന്നത്, അവർക്ക് വേണ്ട കോമ്പൻസേഷൻ എല്ലാം കൊടുത്ത് ഇട്ട് വേണം. അതുകൊണ്ടാണ് ആൻസർ എ ആയിട്ട്. വാട്ട് ഡു യു മീൻ ബൈ സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ആദ്യത്തെ ആണ്, ഫസ്റ്റ് എ ആണ് ആൻസർ വരുന്നത്. ദ സ്റ്റാഫിംഗ് ഫംഗ്ഷൻ പെർട്ടൈൻസ് ടു ദ റിക്രൂട്ട് ചെയ്തു, സെലക്ട് ചെയ്തു, അവരെ ഡെവലപ്പ് ചെയ്തു, ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഡെവലപ്പ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ എന്തായിരിക്കും വരിക, സബോർഡിനേറ്റ് മാനേജേഴ്സിന് വേണ്ട കോമ്പൻസേഷനും കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റാഫിംഗ് എന്നുള്ള ഒരു ഫംഗ്ഷൻ കൊണ്ട് വരുന്നത്. മറ്റുള്ള ആൻസേഴ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതല്ല എ തന്നെയാണ് അതിന്റെ ആൻസർ എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് വൺ ആണ്. ബൈ പ്രൊഫഷൻ FW ടൈലർ വാസ് എ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ NCERT ക്വസ്റ്റ്യനിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് തന്നെ ഒരു ഹിസ്റ്ററി പോലെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആൻസർ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നായിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, ഇതില് 47th ക്വസ്റ്റ്യന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട്, അതിന്റെ ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. അതെന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് നോട്ട് എ കാരക്ടറിസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ ആൻസർ കൊടുത്തത് ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഓർഗനൈസേഷൻ റാദർ ദാൻ ലാർജർ വൺസ് എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്, വൈ ഈസ് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ ലാർജർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് why is it suitable for larger organization? എന്തുകൊണ്ടാണ് ലാർജർ ഓർഗനൈസേഷൻസിന് സ്യൂട്ടബിൾ ആവണമെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ലാർജർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഓരോ ലെവല്, ടോപ്പ് ലെവല്, മിഡിൽ ലെവല്, എന്തായിരിക്കും വരെ ഏറ്റവും ലോവർ ലെവലിലുള്ള മാനേജ്മെന്റ് ഉണ്ടാവും. ആ ലെവലിലുള്ള മാനേജ്മെന്റ് വരുന്ന സമയത്ത് ലോവർ ലെവലിലേക്ക് നമുക്ക് ഡിസിഷൻസ് എടുക്കാനുള്ള അതോറിറ്റി കൊടുക്കുമ്പോൾ അവിടെ എന്തായിരിക്കും വരിക, ഈ സൂപ്പർവൈസേഴ്സിനൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ എന്തായിരിക്കും വരിക, ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് എന്തായിരിക്കും വരിക, ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് എങ്ങനെയാണ് കമ്പനിയുടെ നെക്സ്റ്റ് പ്രോസസ്സിലേക്കും അവരുടെ ഡിസിഷൻസിലേക്ക് പോകാനും പെട്ടെന്നുള്ള സഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ എത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റുള്ള ഡിസിഷനിലേക്ക് അവരെ കമ്പനി ഡെവലപ്മെന്റ് അതിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ലോവർ ലെവലിലും ഉള്ള ആൾക്കാർക്കും ഡിസിഷൻസ് എടുക്കാനും അതിന്റെ കമ്പനിയുടെ ഇംപ്രൂവ്മെന്റും ഡിസിഷൻസ് പെട്ടെന്ന് എടുക്കുന്ന സമയത്തായിരിക്കും കറക്റ്റ് ഡിസിഷൻസ് എപ്പോഴാണോ എടുക്കുന്നത് അപ്പോഴായിരിക്കും കമ്പനിയുടെ ആക്ടിവിറ്റീസ് പെട്ടെന്ന് തീർന്നു കിട്ടുള്ളൂ. അപ്പോഴാണ് അവർക്കൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ലാർജർ വൺ ഓർഗനൈസേഷനും ബെറ്റർ ആണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്വസ്റ്റ്യന് വരുന്നത്. ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതായിരുന്നു. 47th ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിന്റെ ആൻസർ ഇതായിരുന്നു. ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഓർഗനൈസേഷൻ റാദർ ദാൻ ലാർജർ വൺ എന്നായിരുന്നു ആൻസർ വരുന്നത്. അതാണ് അങ്ങനെ വരാൻ കാരണം. ഓക്കെ, അപ്പോൾ 50th ക്വസ്റ്റ്യനും കഴിഞ്ഞിരിക്കുന്നു. കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ചിലത്. അപ്പൊ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് വേണം അത് ചെയ്യാൻ. ഡൗട്ട് ഉള്ളത് എല്ലാവരും ചാറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ തരാമായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ സെക്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോ ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ആരും ചാറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചിട്ടില്ല. നമുക്ക് ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.
അയ്യോ എനിക്ക്